റിജു ക്യാമറ ഡീആക്ടിവേറ്റ് ആണല്ലോ. Okay, good morning. Good morning, ma'am. Good morning, miss. Good morning, ma'am. Good morning, ma'am. Okay, good morning. Mute ചെയ്തോളൂ എല്ലാവരും. Good morning, ma'am. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്താണ് ഓപ്പറേഷൻ തിയേറ്ററിൽ ആർക്കൊക്കെയാണ് പെർമിഷൻ ഉള്ളത് എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എൻട്രി ചെയ്യുന്നതിനുള്ള പോളിസികൾ ഏതൊക്കെയാണെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. റൈറ്റ്? എന്തൊക്കെയായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്? എൻട്രി ചെയ്യുന്നതിന് മുൻപ് അതിന്റെ പർപ്പസ് എന്താണെന്ന് പറഞ്ഞിരിക്കണം. അതേപോലെ തന്നെ സൂപ്പർവൈസറിൽ നിന്നും പ്രിയർ അപ്രൂവൽ നേടിയിരിക്കണം. ദെൻ ആർട്ടിഫിഷ്യൽ നെയിൽസ് എക്സ്റ്റൻഡേഴ്സ് ഒന്നും എന്താണ് യൂസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാനായിട്ട് പാടില്ല. അതേപോലെ തന്നെ നെയിൽ പോളിഷും യൂസ് ചെയ്യാനായിട്ട് പാടില്ല. ദെൻ ജ്വല്ലറീസ് റിമൂവ് ചെയ്യണം. അതിനുള്ള 3 റീസൺസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ദെൻ സർജിക്കൽ ക്ലോത്ത്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. പിന്നെന്തായിരുന്നു? ഹാൻഡ് സ്ക്രബിംഗ് മെത്തേഡ് എന്താണെന്ന് പഠിച്ചു അല്ലേ? എന്താണ് സ്ക്രബിംഗ് മെത്തേഡ്? അനു ഓക്കെ, അനു പറ, എന്താണ് സ്ക്രബിംഗ് മെത്തേഡ്? എന്താണ്? സ്റ്റെറൈൽ ഗ്ലൗസ് വെയർ ചെയ്യുന്നതിന് മുൻപ് എന്താണ് നമ്മൾ ഹാൻഡ് പ്രോപ്പർ ആയിട്ട് വാഷ് ചെയ്തിരിക്കണം. അതിന് ചില പ്രോസസ്സുകൾ ഉണ്ട്, ചില പ്രൊസീജിയർ ഉണ്ട്. എന്തൊക്കെയായിരുന്നു പ്രൊസീജിയേഴ്സ്? ഫസ്റ്റ് തന്നെ എല്ലാ ജ്വല്ലറീസും എന്ത് ചെയ്യണം? റിമൂവ് ചെയ്യണം. അതേപോലെ തന്നെ നെയിൽസ് ഉണ്ടോ, നെയിൽസ് ട്രിം ചെയ്തിട്ടുണ്ടോ, നെയിൽ പോളിഷ് ഇല്ല എന്നല്ല തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉറപ്പുവരുത്തണം. അതിനുശേഷം നോർമൽ വാം വാട്ടർ യൂസ് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് 1 മിനിറ്റ് എന്താണ് ഹാൻഡ് പ്രോപ്പർ ആയിട്ട് വാഷ് ചെയ്യണം. അതിനുശേഷമാണ് സ്ക്രബിംഗ് മെത്തേഡ്. ഓരോ പെർട്ടിക്കുലർ ഏരിയയും അപ് ടു എൽബോ വരെ പ്രോപ്പർ ആയിട്ട് വാഷ് ചെയ്ത് ഡ്രൈ ചെയ്തതിന് ശേഷമാണ് ഒരു സ്റ്റെറൈൽ ഗ്ലൗസ് വെയർ ചെയ്യേണ്ടത്. അതിനെയാണ് സ്ക്രബിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. ദെൻ അസെപ്റ്റിക് ടെക്നിക്സ് എന്തായിരുന്നു? അസെപ്റ്റിക് ടെക്നിക്സ് എന്തായിരുന്നു? പേഷ്യന്റിന്റെ സേഫ്റ്റി ഉറപ്പുവരുത്തുന്നതിനും ജെം ഫ്രീ എൻവയോൺമെന്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും വേണ്ടി ഹെൽത്ത് കെയർ സ്റ്റാഫുകൾ ഫോളോ ചെയ്യുന്ന ചില മെത്തേഡ്സിനെയാണ് അസെപ്റ്റിക് മെത്തേഡ് അല്ലെങ്കിൽ അസെപ്റ്റിക് ടെക്നിക്സ് എന്ന് പറയുന്നത്. PPE വെയർ ചെയ്യുക, ഹാൻഡ് സ്ക്രബ് ചെയ്യുക, പിന്നെ ഏതായിരുന്നു? സ്റ്റെറിലൈസ് ചെയ്ത ഡിവൈസുകളും സ്റ്റെറിലൈസ് ചെയ്യുക തുടങ്ങിയ മെത്തേഡ്സുകളെയാണ് അസെപ്റ്റിക് ടെക്നിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, then each operating room varies depending on the type of surgery being done. Okay, next topic നോക്കിക്കോളൂ. എന്താണ്? ഓരോ ഓപ്പറേറ്റിംഗ് റൂമും എങ്ങനെയാണ് ചെയ്യുന്ന സർജറിയുടെ ബേസിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നുണ്ട്. അവിടെ ഉപയോഗിക്കുന്ന ടൂൾസുകൾ ഏതാണ്? എല്ലാ സർജറിക്കും സെയിം ടൂൾസുകളാണ് ഉപയോഗിക്കുന്നത്? ഓക്കെ, അത് വ്യത്യാസപ്പെട്ടിരിക്കുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാ സർജറി റൂമിൽ ഉപയോഗിക്കുന്ന ടൂൾസുകൾ എന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്? The operating table in the center of the room should be able to raise, lower and tilt in any direction. ഓപ്പറേഷൻ തിയേറ്ററിലെ ടേബിൾ എന്ന് പറയുന്നത് ആ റൂമിലെ സെന്ററിലായിരിക്കണം. അതേപോലെ തന്നെ എന്താണ്? ഏത് ദിശയിലേക്കും ഏത് ഡയറക്ഷനിലേക്കും തിരിക്കാൻ കഴിയുന്ന, ഉയർത്താനും താഴ്ത്താനും തിരിക്കാനും കഴിയുന്ന രീതിയിലുള്ള ഓപ്പറേറ്റിംഗ് ടേബിൾ ആയിരിക്കണം ഓപ്പറേഷൻ റൂമിൽ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, എങ്ങനെയാണ് ഓപ്പറേറ്റിംഗ് ടേബിൾ എന്ന് പറയുന്നത്? അഡ്ജസ്റ്റബിൾ ആയിരിക്കണം. ഓക്കെ, പേഷ്യന്റിന്റെ സേഫ്റ്റിക്ക് വേണ്ടി ആയിരിക്കാം. അല്ലെങ്കിൽ എന്താണ്? പൊസിഷനിങ് എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടന്റ് ആണ്. ഓപ്പറേഷൻ സർജറി ടൈമിൽ എന്താണ് പൊസിഷൻ? നമുക്കറിയാം, ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ മാത്രമാണ് ഓപ്പറേഷൻ സർജറി ചെയ്യുന്നത് അല്ലേ? അപ്പൊ എന്താണ്? ആ പെർട്ടിക്കുലർ ഏരിയ ആക്സസ് ആവണം. അതിനുവേണ്ടി എന്താണ്? പൊസിഷനിങ് എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓപ്പറേറ്റിംഗ് റൂമിലെ ടേബിൾ എന്ന് പറയുന്നത് അഡ്ജസ്റ്റബിൾ ആയിരിക്കണം. ക്ലിയർ ആണോ? Then the operating room lamps allow for brilliant illumination without shadows in the case of surgery. ഇനി ഓപ്പറേറ്റിംഗ് റൂമിൽ ഉപയോഗിക്കുന്ന ലൈറ്റ് എങ്ങനെയുള്ളതായിരിക്കണം? നല്ല രീതിയിലുള്ള പ്രകാശം തരുന്ന ബ്രൈറ്റ് ലാംപ്സുകളായിരിക്കണം ഉപയോഗിക്കേണ്ടത്. അതുപോലെ തന്നെ എന്താണ്?
ലാമ്പുകൾക്ക് പ്രകാശത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? ഷാഡോസിനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? സർജന്റെ ആകാം, അല്ലെങ്കിൽ എന്താണ് അവിടെ യൂസ് ചെയ്യുന്ന ഡിവൈസുകളുടെ ഷാഡോസ് ക്രിയേറ്റ് ചെയ്യും. അപ്പോ ആ ഷാഡോസിനെ റിഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ആ രീതിയിലുള്ള ലാംപ്സുകൾ ആയിരിക്കണം ഓപ്പറേറ്റിംഗ് റൂമിൽ ഉപയോഗിക്കേണ്ടത്. ക്ലിയർ ആണോ? ടേബിൾ എങ്ങനെയായിരിക്കണം? അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള പൊസിഷനിങ്ങിന് വേണ്ടി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ടേബിൾസ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ലാംപ്സ് എങ്ങനെയായിരിക്കണം? ബ്രൈറ്റ് ആയിട്ടുള്ള ഷാഡോസ് റെഡ്യൂസ് ചെയ്യുന്ന രീതിയിലുള്ള ലാമ്പുകൾ ആയിരിക്കണം ഓപ്പറേറ്റിംഗ് റൂമിൽ സെറ്റ് ചെയ്യേണ്ടത്. Then patient will be linked to different monitors that keep track of vital signs. These consist of your heart rate and blood pressure. പേഷ്യന്റ് എന്താണ്? പേഷ്യന്റിനെ എന്തുമായിട്ട് ലിങ്ക് ചെയ്യിച്ചിട്ടുണ്ട്? എന്താണ്? പേഷ്യന്റ് മോണിറ്റേഴ്സുമായിട്ട് അവരുടെ വൈറ്റൽ സൈൻസ് മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഡിവൈസുകളുമായിട്ട് പേഷ്യന്റിനെ ലിങ്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഏതൊക്കെയായിരിക്കാം ആ പേഷ്യന്റ് മോണിറ്റേഴ്സ്? BP ചെക്ക് ചെയ്യുന്നതിനുണ്ട് അല്ലേ? ടെമ്പറേച്ചർ നോക്കുന്നതിനുണ്ട്. പിന്നെന്താണ്? ഹാർട്ട് റേറ്റ്, ECG. അപ്പൊ ഇത്തരത്തിലുള്ള പേഷ്യന്റ് മോണിറ്റേഴ്സ് ഓപ്പറേറ്റിംഗ് റൂമിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ പേഷ്യന്റ് മോണിറ്റേഴ്സ് അല്ലെങ്കിൽ മോണിറ്റർ ഡിവൈസസിന്റെ ബെനിഫിറ്റ് എന്തൊക്കെയായിരിക്കാം? എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ എന്താണ്? നമുക്ക് ഏർലി ഡിറ്റക്ട് ചെയ്യാനായിട്ട് കഴിയും അല്ലേ? കഴിയില്ലേ? സർജറി ടൈമിൽ എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുടെ എന്താണ് വൈറ്റൽ സയൻസിൽ എന്തെങ്കിലും ഒരു അബ്നോർമാലിറ്റീസ് കണ്ടാൽ ഉടൻ തന്നെ അത് ഡിറ്റക്ട് ചെയ്യാനായിട്ട് കണ്ടെത്താനായിട്ട് കഴിയുന്നതാണ്. പേഷ്യന്റിന്റെ ഹെൽത്ത് കണ്ടീഷൻ അറിയാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ മെഡിക്കേഷന്റെ റിയാക്ഷൻ മൂലമോ അല്ലെങ്കിൽ എന്താണ് സ്ട്രെസ് മൂലമോ ഉണ്ടാകുന്ന അബ്നോർമൽ റേറ്റ്സുകൾ ഇത്തരം മോണിറ്ററിലൂടെ മനസ്സിലാക്കാനായിട്ടും കഴിയുന്നതാണ്. ക്ലിയർ ആണോ? റെസ്പിറേറ്ററി റേറ്റ് ചെക്ക് ചെയ്യുന്നതിനുള്ള ഡിവൈസുകൾ ഉണ്ട്. അതേപോലെ ഹാർട്ട് റേറ്റ് നോക്കാനുള്ള ഡിവൈസ് ഉണ്ട്. പിന്നെ എന്തൊക്കെയായിരിക്കാം? ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുന്നതിനുള്ള ഡിവൈസ് ഉണ്ട്. And the fourth point, a ventilator or breathing machine stands close to the head of the operating table. If the procedure is done under general anesthesia, a ventilator will breathe for you in the course of the procedure, moving oxygen and air in and out of your lungs. എന്താ പറയുന്നത്? ഓപ്പറേഷൻ ടേബിളിൽ അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് ടേബിളിന് അടുത്തായിട്ട് വെന്റിലേഷൻ അല്ലെങ്കിൽ ബ്രീത്തിങ് മെഷീൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. എന്തിനു വേണ്ടിയായിരിക്കാം? എന്തിനു വേണ്ടിയാണ്? ജനറൽ അനസ്തേഷ്യ കൊടുക്കുന്ന പേഷ്യന്റിന് ജനറൽ അനസ്തേഷ്യ സാധാരണ കൊടുക്കുന്നത് മേജർ സർജറീസ് ചെയ്യുമ്പോഴാണ്. എന്താണ്? ഹാർട്ടുമായിട്ട് കാർഡിയാക് സർജറി അല്ലെങ്കിൽ ബ്രെയിൻ സർജറി പോലുള്ള മേജർ സർജറീസ് ചെയ്യുമ്പോഴാണ് ജനറൽ അനസ്തേഷ്യ കൊടുക്കുന്നത്. ആ ടൈമിൽ അത്തരം സർജറീസിന്റെ പ്രോസസ്സിൽ ആ പേഷ്യന്റിന് തനിയെ സ്വയം ബ്രീത്ത് ചെയ്യാനായിട്ട് കഴിയില്ല. അത്തരം പേഷ്യന്റിന് വേണ്ടിയാണ് ഈ ബ്രീത്തിങ് മെഷീൻ അല്ലെങ്കിൽ എന്താണ് വെന്റിലേറ്റർ ആയിരിക്കും അവർക്ക് വേണ്ടി താൽക്കാലികമായിട്ട് ബ്രീത്ത് ചെയ്യുന്നത്. ക്ലിയർ ആണോ? മേജർ സർജറീസിലാണ് ജനറൽ അനസ്തേഷ്യ കൊടുക്കുന്നത്. അത്തരം പേഷ്യന്റിന്റെ ആ ഓപ്പറേറ്റിംഗ് ടേബിളിൽ ഓപ്പറേഷൻ റൂമിൽ എന്തായിരിക്കും? വെന്റിലേഷനും അതേപോലെ തന്നെ എന്താണ് വെന്റിലേറ്ററും പിന്നെന്തായിരുന്നു? ബ്രീത്തിങ് മെഷീനും സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ദെൻ എപ്പിഡ്യൂറൽ അനസ്തേഷ്യ ഉണ്ട്. എപ്പിഡ്യൂറൽ അനസ്തേഷ്യയുടെ പ്രത്യേകത എന്താണ്? ഡെലിവറി ടൈമിലേക്ക് കൊടുക്കുന്ന അനസ്തേഷ്യയാണ് എപ്പിഡ്യൂറൽ അനസ്തേഷ്യ എന്ന് പറയുന്നത്. എന്താണ് ഇതിന്റെ പ്രത്യേകത? നമ്മൾ കോൺഷ്യസ് ആയിരിക്കും, പക്ഷെ വേദന അറിയില്ല. ക്ലിയർ ആണോ? കോൺഷ്യസ് ആയിരിക്കും, പെയിൻലെസ് ആയിരിക്കും, അതേപോലെ തന്നെ നമ്മൾ കോൺഷ്യസും ആയിരിക്കും. പക്ഷെ മറ്റേ ജനറൽ അനസ്തേഷ്യ കൊടുക്കുകയാണെങ്കിൽ ആ പേഷ്യന്റ് അൺകോൺഷ്യസ് ആയിരിക്കും. ക്ലിയർ ആണോ? വ്യത്യാസം മനസ്സിലായോ? ജനറൽ അനസ്തേഷ്യ കൊടുക്കുന്ന പേഷ്യന്റിന് എന്താണ്? അവർ അൺകോൺഷ്യസ് ആയിരിക്കും. ആ സമയത്ത് അവർക്ക് വേണ്ടി ബ്രീത്ത് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള വെന്റിലേറ്റർ അല്ലെങ്കിൽ എന്താണ് ബ്രീത്തിങ് മെഷീനുകൾ ആയിരിക്കും. Then gem-free instruments to be used during surgery. സർജറി ടൈമിലുടനീളം നമ്മൾ ഉപയോഗിക്കേണ്ടത് എത്തരത്തിലുള്ള ഡിവൈസുകളാണ്? സ്റ്റെറിലൈസ് ചെയ്തിട്ടുള്ള അല്ലെ ജെം ഫ്രീ ആയിട്ടുള്ള ഡിവൈസുകളാണ് സർജറി പ്രോസസ്സിൽ യൂസ് ചെയ്യേണ്ടത്. എന്തുകൊണ്ടാണ്? പേഷ്യന്റിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് അല്ലെ? ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയാണ് ജെം ഫ്രീ ആയിട്ടുള്ള ഡിവൈസുകൾ ആയിരിക്കണം സർജറി ടൈമിൽ ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത്.
Okay, then a diathermy machine to control bleeding usually is present. Diathermy machine എന്തിനു വേണ്ടിയാ diathermy machine യൂസ് ചെയ്യുന്നത്? ബ്ലീഡിങ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ്. അതായത് ചെറിയ ഒരു പേന പോലെ അത്രയും വലിപ്പം ഉണ്ടാകുള്ളൂ. ആ ഒരു ചെറിയ ഡിവൈസ് ആണ്, മെഡിക്കൽ ഡിവൈസ് ആണ് ഡയാത്തമി മെഷീൻ എന്ന് പറയുന്നത്. ശരീരത്തിൽ ചെറിയ ഇൻസെഷൻ ഉണ്ടാക്കാനായിട്ട്, ചെറിയ മുറിവുണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന മെഷീനാണ് ഡയാത്തമി മെഷീൻ. ഓക്കെ, അപ്പൊ ചെറിയ ഉണ്ടാക്കുന്നത് മൂലം എന്താണ്? ബ്ലഡ് അധികം ലോസ് ആകുന്നില്ല അല്ലേ? അപ്പൊ ബ്ലീഡിങ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന മെഡിക്കൽ ഡിവൈസ് ആണ് ഡയാത്തമി മെഷീൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ ഡയാത്തമി മെഷീൻ? എന്തിനു വേണ്ടിയാ ഡയാത്തമി മെഷീൻ യൂസ് ചെയ്യുന്നത്? ബ്ലീഡിംഗ് കൺട്രോൾ ചെയ്യാൻ. ഓക്കെ, ശരി. ചെറിയ മുറിവുണ്ടാക്കാനായിട്ട്, ശരീരത്തില് ചെറിയ ഇൻസെഷൻ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ്, മെഡിക്കൽ ഡിവൈസ് ആണ് ഡയാത്തമി മെഷീൻ എന്ന് പറയുന്നത്. Then, if the surgery requires it, a heart-lung machine or other specialized tool may be brought into the room. Okay, സർജറിക്ക് എന്താണ് ആവശ്യമായിട്ട് വരുന്ന എല്ലാ ഡിവൈസുകളെയും എന്താണ് ഓപ്പറേറ്റിംഗ് റൂമിലേക്ക് കൊണ്ടുവരേണ്ടതാണ്. എന്തൊക്കെയാ വേണ്ടി വന്നേക്കാം? ചില പെർട്ടിക്കുലർ സിറ്റുവേഷൻസിൽ ഹാർട്ട് ലങ് മെഷീൻ വേണ്ടി വന്നേക്കാം. എന്താണ് ഹാർട്ട് ലങ് മെഷീൻ? നമ്മൾ വെന്റിലേറ്ററിന്റെ അല്ലെങ്കിൽ എന്താണ് ബ്രീത്തിങ് മെഷീനിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ എന്താണ് ഈ അൺകോൺഷ്യസ് ആയിട്ടുള്ള അല്ലെങ്കിൽ കാർഡിയാക് സർജറീസ് ഒക്കെ ചെയ്യുന്ന ടൈമിൽ ആ ഒരു സിറ്റുവേഷനിൽ താൽക്കാലികമായിട്ട് അവരുടെ ഹാർട്ടിന്റെയും എന്താണ് ലങ്സിന്റെയൊക്കെ ഫംഗ്ഷൻ ഏറ്റെടുക്കുന്നത് ഇത്തരം ഹാർട്ട് ലങ്സ് മെഷീൻ ആയിരിക്കും. ഓക്കെ, അതിനു വേണ്ടിയാണ് ഹാർട്ട് ലങ്സ് മെഷീൻ ആവശ്യമാണെങ്കിൽ ആ സർജറി ടൈമിൽ എന്താണ് ഓപ്പറേഷൻ റൂമിലേക്ക് ഇത്തരം മെഷീനുകൾ കൊണ്ടുവരേണ്ടതാണ്. ദെൻ അതർ സ്പെഷ്യലൈസ്ഡ് ടൂൾസ് ഏതൊക്കെയാണ്? വേറെ ഏതൊക്കെയായിരിക്കാം സ്പെഷ്യലൈസ്ഡ് ടൂൾസുകൾ? പോർട്ടബിൾ ആയിട്ടുള്ള എക്സ്റേ മെഷീൻസ് ആവശ്യമാണെങ്കിൽ അത് കൊണ്ടുവരണം. പിന്നെന്തായിരുന്നു? സർജിക്കൽ മൈക്രോസ്കോപ്പ്. ഓക്കെ, ഇത്തരത്തിലുള്ള സ്പെഷ്യലൈസ്ഡ് ടൂൾസുകൾ ആവശ്യമാണെങ്കിൽ ഓപ്പറേറ്റിംഗ് റൂമിലേക്ക് കൊണ്ടുവരേണ്ടതാണ്. ECG. Okay. Then the last point, the operating room will likely be called to reduce a bacterial growth. ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത് എയർ കണ്ടീഷൻഡ് റൂം ആയിരിക്കണം എന്ന് പറഞ്ഞു അല്ലെ, നമ്മൾ പഠിച്ചത്. എന്തുകൊണ്ടാണ്? എയർ കണ്ടീഷൻഡ് റൂമിൽ ബാക്ടീരിയാസിന് ഗ്രോ ചെയ്യാനോ സ്പ്രെഡ് ചെയ്യാനോ കഴിയില്ല, അവരെ ഇനാക്റ്റീവ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ നടത്തുന്ന ആ റൂം എന്ന് പറയുന്നത് എയർ കണ്ടീഷൻഡ് റൂം ആയിരിക്കണം. ക്ലിയർ ആണോ? എല്ലാ പോയിന്റ്സും ക്ലിയർ ആണോ? എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്? ഫസ്റ്റ് വൺ എന്തായിരുന്നു? ഓപ്പറേഷൻ ടേബിളിനെ കുറിച്ചായിരുന്നു അല്ലെ. ഓപ്പറേറ്റിംഗ് ടേബിൾ എങ്ങനെയായിരിക്കണം? അഡ്ജസ്റ്റബിൾ. ഓക്കെ, അഡ്ജസ്റ്റബിൾ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ പൊസിഷനിങ്ങിന് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ടേബിൾസ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. പിന്നെന്തായിരുന്നു? ലാമ്പിന്റെ പ്രത്യേകത, എങ്ങനെയുള്ള ലാമ്പ് ആയിരിക്കണം? ഓക്കെ, എങ്ങനെയാണ്? എന്തായിരുന്നു? ഷാഡോ റെഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള നല്ല പ്രകാശം നൽകുന്ന രീതിയിലുള്ള ലാമ്പുകൾ ആയിരിക്കണം ഓപ്പറേറ്റിംഗ് റൂമിൽ ഉപയോഗിക്കേണ്ടത്. ദെൻ പിന്നെന്തായിരുന്നു പഠിച്ചത്? മോണിറ്റേഴ്സിനെ കുറിച്ച് പഠിച്ചല്ലേ. ഹാർട്ട് റേറ്റ് ചെക്ക് ചെയ്യാനായിട്ട്, റെസ്പിറേറ്ററി റേറ്റ് നോക്കാനായിട്ട്, അതിനെല്ലാം വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്? ധാരാളം ഡിവൈസുകൾ പേഷ്യന്റുമായിട്ട് ലിങ്ക് ചെയ്യിച്ചിട്ടുണ്ട്. ഓക്കെ, അതിനെയാണ് നമ്മൾ പേഷ്യന്റ് മോണിറ്റേഴ്സ് എന്താണെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ വെന്റിലേറ്റർ അല്ലെങ്കിൽ ബ്രീത്തിങ് മെഷീൻ എന്തിനു വേണ്ടിയാണ്? ജനറൽ അനസ്തേഷ്യ കൊടുക്കുന്ന പേഷ്യന്റ് സർജറി ടൈമിൽ അൺകോൺഷ്യസ് ആയിരിക്കും, അവർക്ക് തനിയെ ബ്രീത്ത് ചെയ്യാനായിട്ട് കഴിയില്ല. അപ്പോൾ ബ്രീത്തിങ് അവർക്ക് വേണ്ടി താൽക്കാലികമായിട്ട് ബ്രീത്തിങ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള വെന്റിലേറ്റർ അല്ലെങ്കിൽ ബ്രീത്തിങ് മെഷീൻ ആയിരിക്കും. ദെൻ ഇൻസ്ട്രുമെന്റ്സ് ജം ഫ്രീ ആയിരിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? സർജറി ടൈമിൽ ഉപയോഗിക്കുന്ന എല്ലാ ഡിവൈസുകളും ജം ഫ്രീ ആയിരിക്കണം. പേഷ്യന്റിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയും ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയുമാണ് എന്ത് ജം ഫ്രീ ആയിട്ടുള്ള ഡിവൈസുകൾ ഉപയോഗിക്കണമെന്ന് പറയുന്നത്. ദെൻ വാട്ട് ഈസ് ഡയാത്തമി മെഷീൻ? ബ്ലീഡിംഗ് കൺട്രോൾ ചെയ്യുന്നതിന് ബ്ലീഡിംഗ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ്, മെഡിക്കൽ ഡിവൈസ് ആണ് ഡയാത്തമി മെഷീൻ എന്ന് പറയുന്നത്. Then what about heart lung machine? താൽക്കാലികമായിട്ട് ഹാർട്ട് ബീറ്റ്സിനെ നിയന്ത്രിക്കുന്ന. ഓക്കെ, താൽക്കാലികമായിട്ട് ഹാർട്ടിന്റെ അൺകോൺഷ്യസ് ആയിട്ടുള്ള ഒരു പേഷ്യന്റിനെ താൽക്കാലികമായിട്ട് ഹാർട്ട് ബീറ്റ് ഒക്കെ നിയന്ത്രിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്.
യൂസ് ചെയ്യുന്നതാണ് ഹാർട്ട് ലങ് മെഷീൻസ്. ആൻഡ് അതർ സ്പെഷ്യലൈസ്ഡ് ടൂൾസ് ഏതൊക്കെയാ? 1-2 എക്സാമ്പിൾസ് പറയാവോ? ഓക്കെ, സർജിക്കൽ മൈക്രോസ്കോപ്പ് പറയാം. പിന്നെ ഏതായിരുന്നു? ദ ലാസ്റ്റ് വൺ എങ്ങനെയാണ് ഓപ്പറേറ്റിംഗ് റൂം എന്ന് പറയുന്നത്? എയർ കണ്ടീഷൻഡ് റൂം ആയിരിക്കണം. ബാക്ടീരിയൽ ഗ്രോത്ത് തടയുന്നതിന് വേണ്ടി എയർ കണ്ടീഷൻ ചെയ്ത റൂം ആയിരിക്കണം ഓപ്പറേറ്റിംഗ് റൂം ആയിട്ട് സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അതെല്ലാവർക്കും ക്ലിയർ ആണോ? ആ ടോപ്പിക് ക്ലിയർ ആണോ എല്ലാവർക്കും? ദെൻ നെക്സ്റ്റ് ടോപ്പിക് നോക്കിക്കോളൂ. സോണിംഗ് ദ ഓപ്പറേഷൻ തിയേറ്റർ. ഓക്കെ, എന്താണ് സോൺ എന്ന് പറയുന്നത്? നോക്കിക്കോളൂ. ദ ഓപ്പറേഷൻ തിയേറ്റർ സ്യൂട്ട് ഈസ് എ പൊട്ടൻഷ്യൽ സോഴ്സ് ഓഫ് ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ ഇൻ ജനറൽ ആൻഡ് വൂണ്ട് ഇൻഫെക്ഷൻ ഇൻ പർട്ടിക്കുലർ. ദ സ്യൂട്ട് ഷുഡ് ബി പ്ലാൻഡ്. ഓക്കെ. റിജോ സ്ക്രീൻ ഒന്ന് സ്ക്രോൾ ചെയ്യാവോ റിജോ? റിജോ സ്ക്രീൻ ഒന്ന് സ്ക്രോൾ ചെയ്യാവോ? സോണിംഗ് ദ ഓപ്പറേഷൻ തിയേറ്റർ, നെക്സ്റ്റ് പേജ്. ഓക്കെ. ക്ലിയർ അല്ലേ? Okay, the operation theatre suite is a potential source of hospital infection in general and wound infection in particular. The suite should be planned with the aim of reducing the risk of hospital infection being brought into the suite. ഓക്കെ, അപ്പൊ ഫസ്റ്റ് തന്നെ ഓപ്പറേഷൻ തിയേറ്റർ സ്യൂട്ട് എന്താണെന്ന് നോക്കാം. എന്താണ് ഓപ്പറേഷൻ തിയേറ്റർ സ്യൂട്ട് എന്ന് പറയുന്നത്? എന്തായിരിക്കാം? പരസ്പരം ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള ധാരാളം ഏരിയാസ് ഉണ്ട്, റൂംസുകൾ ഉണ്ട്. ഇതിനെയെല്ലാം കോമൺ ആയിട്ട് പറയുന്നതാണ് ഓപ്പറേഷൻ തിയേറ്റർ സ്യൂട്ട്. ഒരു സർജറി പ്രോസസ്സിൽ നമ്മൾ പറഞ്ഞു ഡിഫറെന്റ് സ്റ്റേജസിലൂടെ ആ പേഷ്യന്റ് കടന്നു പോകുന്നുണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയാണത്? ആ സ്റ്റേജസ് ഓർക്കുന്നുണ്ടോ? പ്രീ ഓപ്പറേറ്റീവ് സ്റ്റേജ്, ഓക്കെ, ഇൻട്രാ ഓപ്പറേറ്റീവ് ഫേസസ്, പോസ്റ്റ് ഓപ്പറേറ്റീവ് ഫേസസ്. ഓക്കെ. അപ്പൊ ഇതെല്ലാം ഒരേ ഓപ്പറേറ്റിംഗ് തിയേറ്ററിനുള്ളിലാണോ ഇതെല്ലാം നടക്കുന്നത്? ഈ പ്രോസസ് എല്ലാം നടക്കുന്നത് ഓപ്പറേറ്റിംഗ് തിയേറ്ററിനുള്ളിൽ തന്നെയാണോ? എല്ലാം ഡിഫറെന്റ് റൂംസുകൾ ഉണ്ട്. ഓക്കെ, പരസ്പരം ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള നിരവധി റൂമുകളെയാണ് ഓപ്പറേഷൻ തിയേറ്റർ സ്യൂട്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഒന്നുകൂടി പറഞ്ഞാൽ എങ്ങനെയാണ്? സർജിക്കൽ പ്രൊസീജിയറിന്റെ വേരിയസ് സ്റ്റേജസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള റൂംസ് അല്ലെങ്കിൽ ഏരിയാസിനെയാണ് ഓപ്പറേഷൻ തിയേറ്റർ സ്യൂട്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? സർജിക്കൽ പ്രൊസീജിയറിന്റെ വേരിയസ് സ്റ്റേജസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള റൂമുകളെയാണ് ഓപ്പറേഷൻ തിയേറ്റർ സ്യൂട്ട് എന്ന് പറയുന്നത്. എന്താണെന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി കേട്ടോ. ഓപ്പറേഷൻ തിയേറ്റർ സ്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽ പ്രീ ഓപ്പറേറ്റീവ് റൂം ഉൾപ്പെടുന്നുണ്ട്, ഓപ്പറേഷൻ തിയേറ്റർ ഉൾപ്പെടുന്നുണ്ട്, റിക്കവറി റൂം എല്ലാം വരുന്നത് ഏതാണ്? ഈ ഓപ്പറേഷൻ തിയേറ്റർ സ്യൂട്ടിലാണ്. ഓക്കെ, സോ എന്താണ് ഓപ്പറേഷൻ തിയേറ്റർ സ്യൂട്ട് എന്ന് പറയുന്നത്? എന്താണ്? ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ എന്താണ് എസ്പെഷ്യലി വൂണ്ട്, മുറിവുകളിലൂടെയുള്ള ഇൻഫെക്ഷൻ എന്താണ് ചാൻസസ് ഉള്ള ഒരു സോഴ്സ് ആണ് ഓപ്പറേഷൻ തിയേറ്റർ സ്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഹൈലി ഇൻഫെക്ഷസ് ആയിട്ടുള്ള ഏരിയാസ് ആണ്. നമ്മൾ അതുകൊണ്ട് തന്നെ പ്രോപ്പർ ആയിട്ട് ജെം ഫ്രീ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഹോസ്പിറ്റൽ ഇൻഫെക്ഷന്റെ റിസ്ക് റെഡ്യൂസ് ചെയ്യുന്ന ലക്ഷ്യത്തോടെ ആയിരിക്കണം ഓപ്പറേഷൻ തിയേറ്റർ സ്യൂട്ട് പ്രവർത്തിക്കേണ്ടത്. അതിൽ മെയിൻ ആയിട്ട് ഓപ്പറേഷൻ തിയേറ്റർ സ്യൂട്ട് എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി. എന്താണ് ഓപ്പറേഷൻ തിയേറ്റർ സ്യൂട്ട്? സർജിക്കൽ പ്രൊസീജിയറിന്റെ വേരിയസ് സ്റ്റേജസിനെ സപ്പോർട്ട് ചെയ്യുന്ന പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ടിട്ടുള്ള റൂംസുകളെയാണ് അല്ലെങ്കിൽ ഏരിയാസിനെയാണ് ഓപ്പറേഷൻ തിയേറ്റർ സ്യൂട്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കിക്കോളൂ. ജനറൽ പ്രിൻസിപ്പിൾസ്. ക്ലീൻ ഫ്രം ഡർട്ടി ട്രാഫിക്. ഒരു ഓപ്പറേഷൻ തിയേറ്റർ സ്യൂട്ട് എന്ന് പറയുന്നത് അതിലെ ജനറൽ പ്രിൻസിപ്പിൾസ് ആണ്. ഫസ്റ്റ് വൺ എന്താണ്? ക്ലീൻ ഫ്രം ഡർട്ടി ട്രാഫിക്. Flow within the operation theatre suite should be kept apart as best as possible. Spaces in the suite have to be arranged in such a way that while moving from one space to another,
there should be a constant progression of cleanliness from entrance of operation theatre suite to the operating room. എന്താ അതിൽ പറയുന്നത്? ഓപ്പറേഷൻ തിയേറ്റർ സ്യൂട്ട് എന്ന് പറയുന്നത് എന്താണ്? ആ സ്യൂട്ടിലേക്കുള്ള ആളുകളുടെ ഫ്ലോ അല്ലെങ്കിൽ മൂവിങ് എന്താണ്, അവരുടെ മൂവ്മെന്റ് എന്താണ് കൺട്രോൾ ചെയ്യണം എന്നാണ് പറയുന്നത്. ഓപ്പറേഷൻ തിയേറ്റർ സ്യൂട്ടിലേക്ക് എല്ലാവരെയും എന്താണ് എൻട്രി ചെയ്യിക്കാനായിട്ട് പാടുള്ളതല്ല. അതിലേക്കുള്ള ആളുകളുടെ ഫ്ലോ എന്ത് ചെയ്യണം? കൺട്രോൾ ചെയ്യണം. അതേപോലെ തന്നെ ഓപ്പറേഷൻ തിയേറ്റർ സ്യൂട്ട് എപ്പോഴും എന്താണ് കോൺസ്റ്റന്റ് ആയിട്ട് ക്ലെൻലിനെസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്. ക്ലിയർ ആണോ? ഓപ്പറേഷൻ തിയേറ്റർ സ്യൂട്ടിലേക്കുള്ള ആളുകളുടെ ഫ്ലോയെ കൺട്രോൾ ചെയ്യുന്നതോടൊപ്പം തന്നെ ആ ഏരിയാസ് കോൺസ്റ്റന്റ് ആയിട്ട് ക്ലീൻ ചെയ്യേണ്ടതുമാണ്. Then staff who are working in the operation theatre department should be able to move from one clean area to the other without having to pass through unprotected areas. ഓക്കെ, ഓപ്പറേഷൻ തിയേറ്റർ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ എപ്പോഴും ഏതിലൂടെ മാത്രമാണ് മൂവ് ചെയ്യേണ്ടത്? പ്രൊട്ടക്റ്റഡ് ഏരിയാസ്, ക്ലീൻ ചെയ്ത ഏരിയാസിലൂടെ മാത്രമായിരിക്കണം മൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ഒരു റൂമിൽ നിന്ന് മറ്റൊരു റൂമിലേക്ക് പോകുമ്പോൾ അവർക്ക് വേണ്ടി മാത്രം അലൗ ചെയ്തിരിക്കുന്ന പ്രത്യേക പാസേജ് ഉണ്ടായിരിക്കും, ക്ലീൻ ചെയ്തിട്ടുള്ള പാസേജ് ഉണ്ടായിരിക്കും. അതിലൂടെ മാത്രമായിരിക്കണം അവര് മൂവ് ചെയ്യേണ്ടത്. അല്ലാതെ അൺപ്രൊട്ടക്റ്റഡ് ഏരിയയിലൂടെ പാസ് ചെയ്യാനായിട്ട് പാടുള്ളതല്ല. ക്ലിയർ ആണോ? അവരിലൂടെ ഒരു കാരണവശാലും ഇൻഫെക്ഷൻ എന്താണ് ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിലേക്ക് പ്രവേശിക്കാനായിട്ട് പാടുള്ളതല്ല. Then third one, soiled materials and waste have to be eliminated from the operating rooms without passing through clean areas. സോയിൽഡ് മെറ്റീരിയൽസ് എന്താണ്? വേസ്റ്റ് മെറ്റീരിയൽസ്, ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിൽ ഉണ്ടാകുന്ന വേസ്റ്റ് മെറ്റീരിയൽസ് എലിമിനേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? അതിനുവേണ്ടി മാത്രം ഒരു പാസിംഗ് ഉണ്ടായിരിക്കും. ഓക്കെ, ആ ഏരിയയിലൂടെ മാത്രമായിരിക്കണം ഇത്തരം വേസ്റ്റുകളെ പുറത്തേക്ക് കൊണ്ടുപോകേണ്ടത്. അല്ലാതെ ക്ലീൻ ചെയ്തിട്ടുള്ള പ്രൊട്ടക്റ്റഡ് ഏരിയാസിലേക്ക് ഇത്തരം വേസ്റ്റുകളുമായിട്ട് കടന്നു പോകാനായിട്ട് പാടുള്ളതല്ല. ഓക്കെ, അപ്പൊ സ്റ്റാഫുകൾക്ക് വേണ്ടി ക്ലീൻ ചെയ്തിട്ടുള്ള ഒരു പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ഉണ്ട്. അതുപോലെ തന്നെ വേസ്റ്റുകളെ കൊണ്ടുപോകുന്നതിന് വേണ്ടി മറ്റൊരു പാസേജും ഉണ്ട്. അതിലൂടെ മാത്രമായിരിക്കണം വേസ്റ്റുകളെ പുറത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യിക്കേണ്ടത്. ക്ലിയർ ആണോ? Then operation theatre, fourth point നോക്കിക്കോളൂ. Operation theatre ventilation should be free of the air movement of the rest of the hospital. Hence, the direction of airflow within the operation theatre suite should be from cleaner to less clean areas. ഓപ്പറേഷൻ തിയേറ്ററിൽ എന്താണ് ഹോസ്പിറ്റലിലെ മറ്റു റൂമുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു സ്പെഷ്യൽ വെന്റിലേഷൻ ഉണ്ടായിരിക്കണം. ഓക്കെ, ഓപ്പറേഷൻ തിയേറ്ററിന് വേണ്ടി ഒരു സ്പെഷ്യൽ വെന്റിലേഷൻ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ എന്ത് പറ്റുന്നുണ്ട്? എയർബോൺ കണ്ടാമിനൻസ്, വായുവിലൂടെ പടരുന്ന എന്താണ് ഇത്തരം കണ്ടാമിനൻസ് എന്താണ് ഓപ്പറേഷൻ തിയേറ്ററിനകത്തേക്ക് പ്രവേശിക്കാനായിട്ട് ചാൻസസ് ഉണ്ട്. അപ്പൊ അത് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി ഓപ്പറേഷൻ തിയേറ്ററിന് വേണ്ടി മാത്രം ഒരു പെർട്ടിക്കുലർ വെന്റിലേഷൻ ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ ആ വെന്റിലേഷനിലെ എയർ ഫ്ലോ എങ്ങനെയായിരിക്കണം? ഓപ്പറേഷൻ തിയേറ്ററിനകത്തെ എയർ ഫ്ലോ എങ്ങനെയായിരിക്കണം? ക്ലീൻ ചെയ്ത ഭാഗത്ത് നിന്നും ക്ലീൻ ചെയ്യാത്ത ഭാഗത്തേക്ക് ആ രീതിയിലായിരിക്കണം എയർ ഫ്ലോ ഉണ്ടാകേണ്ടത്. ക്ലിയർ ആണോ? ക്ലീൻ ചെയ്ത ഭാഗത്ത് നിന്നും ക്ലീൻ ചെയ്യാത്ത ഭാഗത്തേക്ക് ആ രീതിയിലായിരിക്കണം ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിൽ എയർ ഫ്ലോ ഉണ്ടാകേണ്ടത്. ഈ 4 പോയിന്റ് ക്ലിയർ ആണോ? ജനറൽ പ്രിൻസിപ്പിൾസ് ഓപ്പറേഷൻ തിയേറ്റർ സ്യൂട്ടുമായി ബന്ധപ്പെട്ട് ഈ 4 പോയിന്റ് ക്ലിയർ ആണോ? ഓക്കെ, 5th പോയിന്റ് നോക്കിക്കോളൂ. Therefore, the whole operation theatre suite is designed on the concept of 4 zones. സോ ഓപ്പറേഷൻ തിയേറ്റർ സ്യൂട്ട് എന്താണ്? മെയിൻലി 4 സോണുകൾ അതിൽ ഉൾപ്പെടുന്നുണ്ട്. ഓപ്പറേഷൻ തിയേറ്റർ സ്യൂട്ടിൽ മെയിൻ ആയിട്ട് 4 സോണുകൾ ഉൾപ്പെടുന്നുണ്ട്. ഈ 4 സോണുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓപ്പറേഷൻ തിയേറ്റർ സ്യൂട്ട് എന്ന്, പരസ്പരം ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള ഏരിയാസ് എന്ന് പറഞ്ഞില്ലേ? ഓക്കെ, അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓപ്പറേഷൻ തിയേറ്റർ സ്യൂട്ട് എന്ന് പറയുന്നത്. അപ്പൊ മെയിൻലി 4 സോണുകൾ ഒരു ഓപ്പറേഷൻ തിയേറ്റർ സ്യൂട്ടിൽ ഉൾപ്പെടുന്നുണ്ട്. ഏതൊക്കെയാണിത്? പ്രൊട്ടക്റ്റീവ് സോൺ, ക്ലീൻ സോൺ, സ്റ്റെറൈൽ സോൺ ആൻഡ് ഡിസ്പോസൽ സോൺ. 4 സോണുകൾ ഏതൊക്കെയാ? പ്രൊട്ടക്റ്റീവ് സോൺ വരുന്നുണ്ട്, ക്ലീൻ സോൺ വരുന്നുണ്ട്, സ്റ്റെറൈൽ സോൺ വരുന്നുണ്ട്, ആൻഡ് ദ 4th വൺ ഡിസ്പോസൽ സോൺ. ക്ലിയർ ആണോ? അപ്പൊ ഏതൊക്കെയാ ജനറൽ പ്രിൻസിപ്പിൾസിൽ വരുന്നത്? ഫസ്റ്റ് വൺ എന്തായിരുന്നു? ക്ലീൻ ഫ്രം ഡേർട്ടി ട്രാഫിക്. അതിലെന്താ മെയിൻ ആയിട്ട് പറയുന്നത്? ആളുകളുടെ ഫ്ലോയെ കൺട്രോൾ ചെയ്യുകയും ക്ലീൻ ചെയ്യുകയും വേണം. കോൺസ്റ്റന്റ് ആയിട്ട് ഓപ്പറേഷൻ തിയേറ്റർ സ്യൂട്ട് എന്താണ്? ക്ലീൻ ചെയ്യുകയും വേണം. അതേപോലെ തന്നെ സെക്കൻഡ് എന്തായിരുന്നു?
ക്ലീൻ ചെയ്തിട്ടുള്ള ഏരിയയിൽ കൂടി മാത്രമേ മൂവ് ചെയ്യാൻ പാടുള്ളൂ അവിടുത്തെ സ്റ്റാഫുകള്. സ്റ്റാഫുകൾ എന്താണ് ക്ലീൻ ചെയ്ത ഏരിയയിലൂടെ പ്രൊട്ടക്റ്റഡ് ഏരിയാസിലൂടെ മാത്രമായിരിക്കണം മൂവ് ചെയ്യേണ്ടത്. ആൻഡ് തേർഡ് വൺ, വേസ്റ്റ് മെറ്റീരിയൽസിന്റെ എലിമിനേറ്റ് ചെയ്യാനുള്ള പ്രത്യേക പാസിംഗ് ഏരിയ ഉണ്ടായിരിക്കണം. അതിലെ മാത്രമേ മൂവ് ചെയ്യാൻ പാടുള്ളൂ. ഈ വേസ്റ്റുകൾ കൊണ്ടുപോകേണ്ടത് ആ പാസിലൂടെ മാത്രമായിരിക്കണം, ആ പാസിങ്ങിലൂടെ മാത്രമായിരിക്കണം. Then the fourth one, ഓപ്പറേഷൻ തിയേറ്ററിന് സ്പെഷ്യൽ ആയിട്ട് ഒരു വെന്റിലേറ്റർ ഉണ്ടാവണം. പിന്നെ എയർ ഫ്ലോ എങ്ങനെയാന്ന് വെച്ചാൽ ക്ലീൻ ചെയ്ത ഭാഗത്ത് നിന്ന് ക്ലീൻ ചെയ്യാത്ത ഭാഗത്തേക്കായിരിക്കണം. ആ രീതിയിലായിരിക്കണം എയർ ഫ്ലോ സെറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ എന്താണ് ഓപ്പറേഷൻ തിയേറ്റർ സ്യൂട്ട് മെയിൻ ആയിട്ട് അതിൽ 4 സോണുകൾ ഉൾപ്പെടുന്നുണ്ട്. ഏതൊക്കെയാണ് 4 സോണുകൾ? പ്രൊട്ടക്റ്റീവ് സോൺ, ക്ലീൻ സോൺ, സ്റ്റെറിലൈസ് സോൺ, ഡിസ്പോസൽ സോൺ. ഓക്കെ, ഇതാണ് 4 മെയിൻ സോണുകൾ. ഫസ്റ്റ് നോക്കിക്കോളൂ, പ്രൊട്ടക്റ്റീവ് സോൺ. നെക്സ്റ്റ് ഒരു ടേബിൾ കണ്ടോ? Yes, ma'am. പ്രൊട്ടക്റ്റീവ് സോൺ, ക്ലീൻ സോൺ, സ്റ്റെറൈൽ അസെപ്റ്റിക് സോൺ, ദെൻ ഡിസ്പോസൽ സോൺ. ഫസ്റ്റ് എന്താണ് പ്രൊട്ടക്റ്റീവ് സോൺ? പ്രൊട്ടക്റ്റീവ് സോൺ അല്ലെങ്കിൽ ഔട്ടർ സോൺ എന്നും പേരുണ്ട് അതിന്. ഓക്കെ, പ്രൊട്ടക്റ്റീവ് സോൺ അല്ലെങ്കിൽ ഔട്ടർ സോൺ, OUTER, ഔട്ടർ സോൺ. ഓക്കെ, പ്രൊട്ടക്റ്റീവ് സോണിന്റെ പ്രത്യേകത എന്താണ്? നോൺ സ്റ്റെറൈൽ ഏരിയ ആണത്. ഓക്കെ, നോൺ സ്റ്റെറൈൽ ഏരിയ ആണ്, അതേപോലെ അൺറെസ്ട്രിക്റ്റഡ് ആണ്. ഓക്കെ, ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല. ഏതൊക്കെ ഏരിയാസ് ആയിരിക്കും അതിൽ ഉൾപ്പെടുന്നത്? പ്രൊട്ടക്റ്റീവ് സോൺ എന്ന് പറഞ്ഞ ഔട്ടർ സോൺ എന്ന് പറയുന്ന ഒരു പേരുണ്ട്. പിന്നെന്താണ് നോൺ സ്റ്റെറൈൽ ഏരിയ ആണ്, അതേപോലെ തന്നെ അൺറെസ്ട്രിക്റ്റഡ് ആണ്. ഏതൊക്കെ ഏരിയാസ് ഉൾപ്പെടുന്നുണ്ട്? റിസപ്ഷൻ, വെയിറ്റിംഗ് ഏരിയ, റിലേറ്റീവ്സ്. ഓക്കെ, റിസപ്ഷൻ വരുന്നുണ്ട്. ഓക്കെ, റിസപ്ഷൻ വരുന്നത് പ്രൊട്ടക്റ്റീവ് സോണിലാണ്. പിന്നെന്താണ് വെയിറ്റിംഗ് ഏരിയ, സർജറിക്ക് പോകുന്ന പേഷ്യന്റിന് റിലേറ്റീവ്സിന് വെയിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഏരിയ ഉണ്ടായിരിക്കും. ആ വെയിറ്റിംഗ് ഏരിയയും ഏതാണ്? റിസപ്ഷൻ ഏരിയയും പ്രൊട്ടക്റ്റീവ് സോണിലാണ് ഉൾപ്പെടുന്നത്. ദെൻ പിന്നെ ഏതാണ്? ചേഞ്ചിങ് റൂം. ഓക്കെ, ചേഞ്ചിങ് റൂം എന്താണ്? ഡ്രസ്സുകൾ ചേഞ്ച് ചെയ്യുന്നതിനുള്ള, ഹെൽത്ത് കെയർ സ്റ്റാഫുകൾക്ക് ഡ്രസ്സുകൾ ചേഞ്ച് ചെയ്യുന്നതിനുള്ള റൂമാണ് ചേഞ്ചിങ് റൂം. ദെൻ പ്രീ അനസ്തേഷ്യ. ഓക്കെ, പേഷ്യന്റിനെ അനസ്തേഷ്യക്ക് മുൻപ് എന്താണ് പ്രിപ്പയർ ചെയ്യണം, വേണ്ടേ? എവിടെയാണോ സർജറി ചെയ്യുന്നത് ആ ഏരിയ പ്രോപ്പർ ആയിട്ട് ക്ലീൻ ചെയ്യണം, ആ ഭാഗത്ത് നിന്നും ഹെയർ റിമൂവ് ചെയ്യണം. ഓക്കെ, ഇത്തരത്തില് പേഷ്യന്റിനെ പ്രിപ്പയർ ചെയ്യുന്നതിനുള്ള ഏരിയാസ് ഉൾപ്പെടുന്നത് പ്രൊട്ടക്റ്റീവ് സോണിലാണ്, പ്രീ അനസ്തേഷ്യ. ദെൻ സ്റ്റോർസ് റെക്കോർഡ്സ്, പേഷ്യന്റിന്റെ എന്താണ് മെഡിക്കൽ ഡീറ്റെയിൽസുമായി ബന്ധപ്പെട്ട എല്ലാ ഡാറ്റാസും സ്റ്റോർ ചെയ്തിരിക്കുന്നത്, മെഡിക്കൽ ഹിസ്റ്ററീസ് സ്റ്റോർ ചെയ്തിരിക്കുന്ന എന്താണ് റെക്കോർഡ്സുകൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഏരിയാസ് ഉൾപ്പെടുന്നത് പ്രൊട്ടക്റ്റീവ് സോണിലാണ്. ഓക്കെ, നെക്സ്റ്റ് പേജിൽ നോക്കിക്കോളൂ, ഓട്ടോക്ലേവ്. ദെൻ TSSU. എന്താണ് TSSU? TSSUയുടെ എക്സ്പാൻഡഡ് ഫോം ആണ് തിയേറ്റർ സ്റ്റെറൈൽ സപ്ലൈ യൂണിറ്റ്. തിയേറ്റർ സ്റ്റെറൈൽ സപ്ലൈ യൂണിറ്റ്. TSSU, തിയേറ്റർ സ്റ്റെറൈൽ സപ്ലൈ യൂണിറ്റ്. നോട്ട് ചെയ്തോ? ഓക്കെ, സോ തിയേറ്റർ സ്റ്റെറൈൽ സപ്ലൈ യൂണിറ്റിലാണ് എല്ലാ ഡിവൈസുകളെയും എന്ത് ചെയ്യുന്നത്? ജം ഫ്രീ ആക്കുന്നത്, സ്റ്റെറിലൈസ് ചെയ്യുന്നത് എവിടെയാണ്? ഈ തിയേറ്റർ സ്റ്റെറൈൽ സപ്ലൈ യൂണിറ്റിലാണ്. ഓക്കെ, അപ്പോൾ ജം ഫ്രീ ആക്കുന്നതിന് ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് ഓട്ടോക്ലേവ്. ജം ഫ്രീ ആക്കുന്ന ഏരിയാസ് ആണ് TSSU എന്ന് പറയുന്നത്, തിയേറ്റർ സ്റ്റെറൈൽ സപ്ലൈ യൂണിറ്റ്. ജം ഫ്രീ ആക്കുന്നതിന് ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് ഓട്ടോക്ലേവ്. ക്ലിയർ ആണോ അത്? തിയേറ്റർ സ്റ്റെറൈൽ സപ്ലൈ യൂണിറ്റിലാണ് എല്ലാ ഡിവൈസുകളെയും എന്ത് ചെയ്യുന്നത്? ജം ഫ്രീ ആക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഡിവൈസുകളെ ജം ഫ്രീ ആക്കുന്നത്, സ്റ്റെറിലൈസ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് ഓട്ടോക്ലേവ് എന്ന് പറയുന്നത്. കിട്ടിയോ? നെക്സ്റ്റ് വൺ ആണ് ട്രോളി ബേ. ട്രോളി ബേ എന്താണ്? ട്രോളി ബേ ഒരു ഹോസ്പിറ്റൽസിൽ എന്താണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രോളീസ് ഉണ്ടായിരിക്കും അല്ലെ? മെഡിക്കൽ ട്രോളീസ് ഉണ്ടായിരിക്കും, കണ്ടിട്ടില്ലേ? മെഡിസിൻ കൊണ്ടുപോകാനായിട്ട് ഒരു ട്രോളീസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ക്ലീൻ ചെയ്യാനുള്ള മെറ്റീരിയൽസ് കൊണ്ടുപോകുന്നത്, പിന്നെ ബെഡ്ഷീറ്റ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൊണ്ടുപോകാനായിട്ട് യൂസ് ചെയ്യുന്നു.
ഓക്കെ. അപ്പൊ ഇത്തരത്തിലുള്ള ട്രോളികൾ സ്റ്റോർ ചെയ്യുകയും അതേപോലെ തന്നെ ഓർഗനൈസ് ചെയ്ത് വെക്കുകയും എപ്പോഴാണ് ആവശ്യം വരുന്നത് ആ സമയത്തേക്ക് പ്രിപ്പയർ ചെയ്ത് വെക്കുകയും ചെയ്യുന്നതിനുള്ള ഒരു ഡെസിഗ്നേറ്റഡ് ഏരിയയാണ് ട്രോളി ബേ എന്ന് പറയുന്നത്. അതായത് മെഡിക്കൽ ട്രോളീസ് എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഏരിയാസ് ആണ് ട്രോളി ബേ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? മെഡിക്കൽ ട്രോളികൾ സ്റ്റോർ ചെയ്ത് വെക്കുകയും ഓർഗനൈസ് ചെയ്ത് വെക്കുകയും എപ്പോഴാണ് ആവശ്യം വരുന്നത് ആ സമയത്തേക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് വെക്കുകയും ചെയ്യുന്ന ആ ഡെസിഗ്നേറ്റഡ് ഏരിയയാണ് ട്രോളി ബേ എന്ന് പറയുന്നത്. ദെൻ ദി ലാസ്റ്റ് ഏരിയ ഏതാണ്? കൺട്രോൾ ഏരിയ ഓഫ് ഇലക്ട്രിസിറ്റി ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റിയെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി വരുന്ന ഒരു പെർട്ടിക്കുലർ ഏരിയ ഉണ്ടായിരിക്കും അല്ലെ? ആ ഏരിയയും പ്രൊട്ടക്റ്റീവ് സോണിലാണ് ഉൾപ്പെടുന്നത്. ക്ലിയർ ആണോ? അപ്പൊ പ്രൊട്ടക്റ്റീവ് സോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതൊക്കെ ഏരിയാസ് ആണ് അതിൽ ഉൾപ്പെടുന്നത്? എന്താണ് ഔട്ടർ സോൺ? പ്രൊട്ടക്റ്റീവ് സോണിന് ഔട്ടർ സോൺ എന്നും പേരുണ്ട്. അതേപോലെ തന്നെ നോൺ സ്റ്റെറൈൽ ആയിട്ടുള്ള ഏരിയയാണ് പ്രൊട്ടക്റ്റീവ് സോൺ എന്ന് പറയുന്നത്. അൺറെസ്ട്രിക്റ്റഡ് ആണ്. ഓക്കെ. ഏതൊക്കെ ഏരിയാസ് അതിൽ ഉൾപ്പെടുന്നത്? റിസപ്ഷൻ വരുന്നുണ്ട്, റിസപ്ഷൻ, വെയിറ്റിംഗ് ഏരിയ, റിലേറ്റീവ്സ്, പിന്നെ ചേഞ്ചിങ് റൂം, പ്രീ അനസ്തേഷ്യ, സ്റ്റോർസ് ആൻഡ് റെക്കോർഡ്സ്, TSSU, ട്രോളി ബേ, കൺട്രോൾ ഏരിയ ഓഫ് ഇലക്ട്രിസിറ്റി. എന്തായിരുന്നു TSSU? തിയേറ്റർ സ്റ്റെറിലൈസ് സപ്ലൈ യൂണിറ്റ്. ഓക്കെ. അതിന് ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് ഓട്ടോക്ലേവ് എന്ന് പറയുന്നത്. ഓക്കെ. ക്ലിയർ ആണ്? എല്ലാവർക്കും ക്ലിയർ ആണോ? ട്രോളി ബേ എന്തായിരുന്നു? ട്രോളീസ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഏരിയയാണ് ട്രോളി ബേ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് ക്ലീൻ സോൺ. 4 സോണുകൾ ഉണ്ടെന്ന് പറഞ്ഞ ഏതൊക്കെയായിരുന്നു 4 സോണുകൾ? പ്രൊട്ടക്റ്റീവ് സോൺ, ക്ലീൻ സോൺ, സ്റ്റെറൈൽ സോൺ ആൻഡ് ദ ഫോർത്ത് വൺ ഡിസ്പോസൽ സോൺ. ഓക്കെ. പ്രൊട്ടക്റ്റീവ് സോൺ കഴിഞ്ഞു. ദെൻ ക്ലീൻ സോൺ. എന്താണ് ക്ലീൻ സോണിന്റെ പ്രത്യേകത? ഏതൊക്കെ ഏരിയാസ് അതിൽ ഉൾപ്പെടുന്നത്? പ്രീ ഓപ്പറേറ്റീവ് റൂം. ഓക്കെ. പ്രീ ഓപ്പറേറ്റീവ് റൂം ഉൾപ്പെടുന്നത് ക്ലീൻ സോണിലാണ്. എന്താണ് പ്രീ ഓപ്പറേറ്റീവ് റൂമിൽ നടക്കുന്ന പ്രോസസ്സ്? എന്തെല്ലാമായിരിക്കാം പ്രീ ഓപ്പറേറ്റീവിൽ നടക്കുന്ന പ്രോസസ്സുകൾ? പേഷ്യന്റിന് അഡ്മിഷൻ എടുക്കുന്നു, ഹെൽത്ത് ഒക്കെ ഇവാലുവേഷൻ ചെയ്യുന്നു, പേഷ്യന്റിന്റെ ഹെൽത്ത് ഇവാലുവേറ്റ് ചെയ്യുന്നു, മെഡിക്കൽ റെക്കോർഡ്സ് റിവ്യൂ ചെയ്യുന്നു, അനസ്തേഷ്യക്ക് വേണ്ടി തയ്യാറാക്കുന്നു, ദെൻ പേഷ്യന്റിനെ പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്നു, ഓക്കെ. അപ്പൊ അതിനുള്ള ഏരിയാസ് പ്രീ ഓപ്പറേറ്റീവ് റൂം വരുന്നത് എവിടെയാണ്? ക്ലീൻ സോണിലാണ്. ഓക്കെ. ക്ലിയർ ആണോ? ദെൻ റിക്കവറി റൂം. ഓപ്പറേഷന് ശേഷം പേഷ്യന്റിനെ നമ്മൾ എന്താണ് ഷിഫ്റ്റ് ചെയ്യിക്കുന്നുണ്ട്. എല്ലാ സർജറി പ്രോസസ്സും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പേഷ്യന്റിനെ മറ്റൊരു റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യിക്കുന്നുണ്ട്. അതാണ് റിക്കവറി റൂം എന്ന് പറയുന്നത്. റിക്കവറി റൂമും ഉൾപ്പെടുന്നത് ക്ലീൻ സോണിലാണ്. ഓക്കെ. ദെൻ പ്ലാസ്റ്റർ റൂം. എന്തെങ്കിലും ഫ്രാക്ചർ ഉണ്ടെങ്കിൽ എന്തെങ്കിലും സ്ട്രെയിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്താണ് പ്ലാസ്റ്റർ ഇടാറുണ്ട്. അപ്പൊ പ്ലാസ്റ്റർ ഇടുന്നതിനുള്ള പ്ലാസ്റ്റർ റൂം വരുന്നതും ക്ലീൻ സോണിലാണ്. ദെൻ സ്റ്റാഫ് റൂം. എന്തിനു വേണ്ടിയാണ് സ്റ്റാഫ് റൂം? നഴ്സിംഗ് സ്റ്റാഫിനൊക്കെ സെറ്റ് ഇരിക്കാനൊക്കെ ഉള്ളത്. ഓക്കെ. സ്റ്റാഫുകൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഏരിയാസ് ആണ് സ്റ്റാഫ് റൂം. ദെൻ എസ്തെറ്റിക് സ്റ്റോർ റൂം വരുന്നുണ്ട്. എന്താണ് എസ്തെറ്റിക് സ്റ്റോർ റൂം? അപ്പൊ സ്റ്റാഫ് റൂമും വരുന്നത് ഏത് സോണിലാണ്? ക്ലീൻ സോണിലാണ് കേട്ടോ. ഏതാണ് സ്റ്റാഫ് റൂം വരുന്നത്? ക്ലീൻ സോണിലാണ്. ദെൻ എസ്തെറ്റിക് സ്റ്റോർ റൂം. എന്താണ് എസ്തെറ്റിക് സ്റ്റോർ റൂം? കോസ്മെറ്റിക് സർജറി അതല്ലെങ്കിൽ ഡെർമറ്റോളജിക്കൽ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ആ സർജറീസിന്റെ പ്രോസസ്സിൽ യൂസ് ചെയ്യുന്ന ഡിവൈസുകൾ, എക്യുപ്മെന്റ്സുകൾ, മെഡിസിൻസ് എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു സ്പെഷ്യൽ റൂമാണ് എസ്തെറ്റിക് സ്റ്റോർ റൂം എന്ന് പറയുന്നത്. ഓക്കെ. ആ റൂമിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? കൺട്രോൾഡ് ടെമ്പറേച്ചർ ആയിരിക്കണം. ഓക്കെ. ടെമ്പറേച്ചർ എങ്ങനെയായിരിക്കണം? കൺട്രോൾഡ് ആയിരിക്കണം. അതേപോലെ തന്നെ അവിടെ വെച്ചിരിക്കുന്ന എല്ലാ മെറ്റീരിയൽസിനും എന്താണ്? മെഡിസിൻസ് ആയാലും ഡിവൈസ് ആയാലും എങ്ങനെയാണ്? ലേബിൾഡ് ചെയ്തായിരിക്കണം വെക്കേണ്ടത്. ക്ലിയർ ആണോ? കോസ്മെറ്റിക് സർജറീസ് അല്ലെങ്കിൽ ഡെർമറ്റോളജിക്കൽ ട്രീറ്റ്മെന്റിന് വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസുകൾ, മെഡിസിൻസ് എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഏരിയയാണ്, സ്റ്റോർ റൂമിനെയാണ് എസ്തെറ്റിക് സ്റ്റോർ റൂം എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ അവിടുത്തെ ടെമ്പറേച്ചർ എങ്ങനെയായിരിക്കണം? കൺട്രോൾഡ് ആയിരിക്കണം. അതേപോലെ തന്നെ എന്താണ്? എല്ലാ വസ്തുക്കളും ലേബിൾഡ് ചെയ്തായിരിക്കണം സ്റ്റോർ ചെയ്യേണ്ടത്.
അപ്പോ എസ്തെറ്റിക് സ്റ്റോർ റൂമും ഉൾപ്പെടുന്നത് ക്ലീൻ സോണിലാണ്. ക്ലിയർ ആണോ ദ എസ്തെറ്റിക് സ്റ്റോർ റൂം? നെക്സ്റ്റ് വൺ, എക്സ്റേ യൂണിറ്റ് ഡാർക്ക് റൂം ഓട്ടോ പ്രോസസർ. എക്സ്റേ യൂണിറ്റ് ഡാർക്ക് റൂം, എക്സ്റേസ് എടുക്കുന്ന അല്ലെ, ഡാർക്ക് റൂമിലായിരിക്കും എക്സ്റേസ് എടുക്കുന്നത്. എക്സ്റേ ഫിലിംസ് ഡെവലപ്പ് ചെയ്യുന്നത് ഡാർക്ക് റൂമിലായിരിക്കും അല്ലെ. ലൈറ്റിന്റെ എക്സ്പോഷർ ഉണ്ടായാൽ എക്സ്റേസ് എന്താണ്, നശിച്ചു പോകുന്നതാണ്, റൂയിൻഡ് ആയി പോകുന്നതാണ്. ഓക്കെ, അപ്പൊ എക്സ്റേ യൂണിറ്റ് ഡാർക്ക് റൂം വരുന്നത് എവിടെയാണ്? ക്ലീൻ സോണിലാണ്. എക്സ്റേ എടുക്കുന്നതിന് ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് ഓട്ടോ പ്രോസസർ. ഓക്കെ, എക്സ്റേ യൂണിറ്റ് ഡാർക്ക് റൂം വരുന്നത് ക്ലീൻ സോണിലാണ്. എക്സ്റേ എടുക്കുന്നതിന് ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് ഓട്ടോ പ്രോസസർ. ക്ലീൻ സോൺ ക്ലിയർ ആണോ? ഏതൊക്കെയാണ് ക്ലീൻ സോണിൽ ഉൾപ്പെടുന്ന ഏരിയാസ്? പ്രീ ഓപ്പറേറ്റിംഗ് റൂം വരുന്നുണ്ട് അല്ലെ, പേഷ്യന്റിന്റെ എന്താണ് ഓപ്പറേഷന് മുൻപ് വരുന്ന അവരുടെ ഹെൽത്ത് കണ്ടീഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നതും മെഡിക്കൽ കണ്ടീഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നു, പിന്നെന്താണ് മെഡിക്കൽ റെക്കോർഡ്സ് ഇവാലുവേറ്റ് ചെയ്യുന്നു അല്ലെ. ഇതെല്ലാം നടക്കുന്നത് എന്താണ്, പ്രീ ഓപ്പറേറ്റീവ് റൂമിലാണ്. അപ്പൊ പ്രീ ഓപ്പറേറ്റീവ് റൂം വരുന്നത് ക്ലീൻ സോണിലാണ്. ദെൻ റിക്കവറി റൂം, എല്ലാ സർജിക്കൽ പ്രോസസ്സിന് ശേഷം എന്താണ് പേഷ്യന്റിനെ മറ്റൊരു റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യിക്കുന്നുണ്ട്, ആ റൂമാണ് റിക്കവറി റൂം. റിക്കവറി റൂമും വരുന്നത് ക്ലീൻ സോണിലാണ്. ദെൻ പ്ലാസ്റ്റർ റൂം വരുന്നുണ്ട്, സ്റ്റാഫ് റൂം വരുന്നുണ്ട്, ദെൻ എസ്തെറ്റിക് സ്റ്റോർ റൂം വരുന്നുണ്ട്. ഓക്കെ, എസ്തെറ്റിക് സ്റ്റോർ റൂമിന്റെ പ്രത്യേകത എന്താണ്? കൺട്രോൾഡ് ടെമ്പറേച്ചർ ആയിരിക്കണം. അതേപോലെ തന്നെ ആ സ്റ്റോർ റൂമിൽ വെച്ചിരിക്കുന്ന എല്ലാ മെറ്റീരിയൽസിലും എന്താണ്, ലേബിൾഡ് ചെയ്തിരിക്കണം. ദെൻ എക്സ്റേ യൂണിറ്റ് ഡാർക്ക് റൂം ഓട്ടോ പ്രോസസർ, എന്താണ് എക്സ്റേ ഡെവലപ്പ് ചെയ്യുന്ന, എക്സ്റേ ഫിലിംസ് ഡെവലപ്പ് ചെയ്യുന്ന റൂമാണ് എക്സ്റേ യൂണിറ്റ് ഡാർക്ക് റൂം എന്ന് പറയുന്നത്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് ഓട്ടോ പ്രോസസർ. ക്ലിയർ ആണോ? ക്ലീൻ സോൺ ക്ലിയർ ആണോ എല്ലാവർക്കും? ദെൻ തേർഡ് സോൺ ഏതാണ്? തേർഡ് സോൺ ഏതാണ്? സ്റ്റെറിലൈസ് സോൺ. സ്റ്റെറൈൽ സോൺ. ഓക്കെ, സ്റ്റെറൈൽ സോൺ, സ്റ്റെറൈൽ അസെപ്റ്റിക് സോൺ. അതിലേതൊക്കെയാ വരുന്നത്? അതിന്റെ പ്രത്യേകത എന്താണ്? എല്ലാവർക്കും എൻട്രി ഉണ്ട്, എല്ലാവർക്കും പെർമിഷൻ ഉണ്ടോ സ്റ്റെറൈൽ സോണിലേക്ക്? എല്ലാവർക്കും പ്രവേശിക്കാൻ കഴിയോ? ഇല്ല. ഇല്ല. റെസ്ട്രിക്റ്റഡ് ഏരിയയാണ് സ്റ്റെറൈൽ സോൺ എന്ന് പറയുന്നത്. ഓക്കെ, റെസ്ട്രിക്റ്റഡ് ഏരിയയാണ്. ഫസ്റ്റ് അപ്പ് ഏതാണ്? ഓപ്പറേറ്റിംഗ് റൂം വരുന്നത് എവിടെയാണ്? സ്റ്റെറൈൽ സോണിലാണ്. ഓപ്പറേറ്റിംഗ് റൂം, സർജറി പ്രോസസ് നടക്കുന്ന ആ സ്പെഷ്യൽ റൂം ഉൾപ്പെടുന്നത് സ്റ്റെറൈൽ സോണിലാണ്. ദെൻ സ്ക്രബ് റൂം, എന്താണ് സ്ക്രബ് റൂം? സ്ക്രബ് റൂം എന്താണെന്ന് അറിയണമെങ്കിൽ സ്ക്രബിംഗ് എന്താണെന്ന് അറിയണം. വേണ്ട, എന്താണ് സ്ക്രബിംഗ് അല്ലെങ്കിൽ സ്ക്രബിംഗ് മെത്തേഡ്? എന്താണ് സ്ക്രബിംഗ് മെത്തേഡ്? അല്ലെങ്കിൽ ഹാൻഡ് സ്ക്രബ് എന്താണ്? സർജറിക്ക് മുന്നേ കൈ നല്ല വൃത്തിയാക്കുന്നതിനും അതുപോലെ നല്ല നീറ്റായിട്ട് വിരലും നഖങ്ങളും എല്ലാം ക്ലീൻ ചെയ്ത് ജുവലറി ഒക്കെ മാറ്റി നല്ല വൃത്തിയായിട്ട് 1 മിനിറ്റ് വാം വാട്ടർ ഉപയോഗിച്ച് കഴുകി ക്ലീൻ ചെയ്യുന്ന പ്രോസസ് ആണ് അല്ലെ. സ്റ്റെറൈൽ ഗ്ലൗസ് വെയർ ചെയ്യുന്നതിന് മുൻപ് നമ്മൾ ഫോളോ ചെയ്യേണ്ട ചില പ്രോസസ്സുകൾ ഉണ്ടല്ലേ. ഹാൻഡ് വാഷ് ചെയ്യണം, പ്രോപ്പർ ആയിട്ട് വാഷ് ചെയ്യണം, ചില പ്രൊസീജിയേഴ്സ് ഉണ്ട് അതിൽ. അതിനെയാണ് നമ്മൾ ഹാൻഡ് സ്ക്രബിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റെറൈൽ ഗ്ലൗസ് വെയർ ചെയ്യുന്നതിന് മുൻപ് പ്രോപ്പർ ആയിട്ട് ഹാൻഡ് വാഷ് ചെയ്തിരിക്കണം, അതിനെയാണ് സ്ക്രബിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിനുള്ള സ്ക്രബ് ഏരിയാസ് ഉൾപ്പെടുന്നത് എവിടെയാണ്? നമ്മൾ സ്റ്റെറൈൽ ഗ്ലൗസ് വെയർ ചെയ്തു, പിന്നെ പുറത്തിറങ്ങി നടക്കാൻ പാടുണ്ടോ? എങ്ങനെയാണ്? ഓപ്പറേഷൻ തിയേറ്ററിനകത്തായിരിക്കണം സ്ക്രബ് റൂം വരേണ്ടത്. അപ്പൊ സ്ക്രബ് റൂം എവിടെയാണ്, ഏത് സോണിലാണ് വരുന്നത്? സ്റ്റെറൈൽ സോണിലാണ് വരുന്നത്. ഓക്കെ, ദെൻ അനസ്തേഷ്യ ഇൻഡക്ഷൻ റൂം, അനസ്തേഷ്യ നൽകുന്ന റൂമും ഉൾപ്പെടുന്നത് എവിടെയാണ്? സ്റ്റെറൈൽ അസെപ്റ്റിക് സോണിലാണ്. ഓക്കെ, ഓപ്പറേറ്റിംഗ് റൂം വരുന്നുണ്ട്, സ്ക്രബ് റൂം വരുന്നുണ്ട്, അനസ്തേഷ്യ കൊടുക്കുന്നുണ്ട്. ദെൻ ഇൻസ്റ്റന്റ് ഇൻസ്ട്രുമെന്റ് സ്റ്റെറിലൈസേഷൻ, ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെന്റിനെ പെട്ടെന്ന് ഒന്ന് ജം ഫ്രീ ആക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രോസസ്സ് നടക്കുന്നത് ഏതാണ്? ഈ സ്റ്റെറൈൽ സോണിൽ തന്നെയാണ്. ഓക്കെ, ഓപ്പറേറ്റിംഗ് റൂം വരുന്നുണ്ട്, സ്ക്രബ് റൂം വരുന്നുണ്ട്, അനസ്തേഷ്യ ഇൻഡക്ഷൻ റൂം വരുന്നുണ്ട്, ഇൻസ്റ്റന്റ് ഇൻസ്ട്രുമെന്റ് സ്റ്റെറിലൈസേഷൻ ആ പ്രോസസ്സ് നടക്കുന്നത്, ആ ഏരിയയും ഉൾപ്പെടുന്നത് സ്റ്റെറൈൽ സോണിലാണ്. ദെൻ ഇൻസ്ട്രുമെന്റ് ട്രോളി ഏരിയ, എന്താണ് ഇൻസ്ട്രുമെന്റ് ട്രോളി ഏരിയ? ട്രോളി ബേ എന്താണെന്ന് പഠിച്ചു. എന്തായിരുന്നു ട്രോളി ബേ? എന്താണ് ട്രോളി ബേ? എന്താണ്
ട്രോളീസ് അല്ലെ, മെഡിക്കൽ ട്രോളീസ് സ്റ്റോർ ചെയ്ത് വെക്കുകയും ഓർഗനൈസ് ചെയ്ത് വെക്കുകയും ചെയ്യുന്ന ആ ഡെസിഗ്നേറ്റഡ് ഏരിയയാണ് ട്രോളി ബേ എന്നറിയപ്പെടുന്നത്. അപ്പൊ എന്തായിരിക്കും ഇൻസ്ട്രുമെന്റ് ട്രോളി ഏരിയ? അതെ, സർജറി പ്രോസസ്സിന് വേണ്ട ആവശ്യമായ എല്ലാ ഡിവൈസുകളും മെഡിസിൻസും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ട്രോളീസ് സൂക്ഷിക്കുന്ന ഏരിയയാണ് ഇൻസ്ട്രുമെന്റ് ട്രോളി ഏരിയ. ഓക്കെ, സർജറിക്ക് വേണ്ടി ആവശ്യമായി വരുന്ന എല്ലാ ഡിവൈസുകളും മെഡിസിൻസും എല്ലാം ഈ ഈ ട്രോളിയിലായിരിക്കും സെറ്റ് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, അങ്ങനെ പ്രിപ്പയർ ചെയ്തെടുക്കുന്ന ട്രോളിയെ കീപ്പ് ചെയ്യാനായിട്ട് മറ്റൊരു ഏരിയയിലാണ് ഇത്തരം ട്രോളീസ് കീപ്പ് ചെയ്യുന്നത്. ആ ഏരിയയാണ് ഇൻസ്ട്രുമെന്റ് ട്രോളി ഏരിയ എന്നറിയപ്പെടുന്നത്. ക്ലിയർ ആണോ? ഇൻസ്ട്രുമെന്റ് ട്രോളി ഏരിയ. ഓക്കെ, അപ്പൊ തേർഡ് സോണിൽ ഏതൊക്കെയാ വരുന്നത്? ഏതൊക്കെ ഏരിയാസാ ഉൾപ്പെടുന്നത് തേർഡ് സോണില്? ഏതൊക്കെ ഏരിയാസാ? ഓപ്പറേറ്റിംഗ് റൂം, സ്ക്രബ് okay. റൂം, അനസ്തേഷ്യ ഇൻട്രൊഡക്ഷൻ റൂം, ഇൻസ്റ്റന്റ് ഇൻസ്ട്രുമെന്റ് സ്റ്റെറിലൈസേഷൻ. അനസ്തേഷ്യ ഇൻഡക്ഷൻ റൂം, instant instrument sterilization, instrument trolley area. Instrument trolley area. And the fourth zone, which is disposal zone. Okay, disposal zone. അതിൽ ഏതൊക്കെ ഏരിയാസാ ഉൾപ്പെടുന്നത്? ഡേർട്ടി വാഷപ്പ് റൂം വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് സർജറിക്ക് ശേഷം വാഷപ്പ് ചെയ്യുന്നതിനുള്ള ഡേർട്ടി വാഷപ്പ് റൂം ഉൾപ്പെടുന്നത് ഡിസ്പോസൽ സോണിലാണ്. ദെൻ ഡിസ്പോസൽ കോറിഡോർ വരുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, വേസ്റ്റുകളെ കൊണ്ടുപോകാനായിട്ട്, പുറത്തേക്ക് കൊണ്ടുപോകാനായിട്ട് അതിനു വേണ്ടി മാത്രം അലൗ ചെയ്തിരിക്കുന്ന പ്രത്യേക പാസിംഗ് ഉണ്ട്. അതിലൂടെ ആയിരിക്കണം വേസ്റ്റുകളെ എലിമിനേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഈ ഡിസ്പോസൽ കോറിഡോർ എവിടെയാണ് ഉൾപ്പെടുന്നത്? പുറത്തേക്കുള്ള എക്സിറ്റ് ഉൾപ്പെടുന്നത് ഡിസ്പോസൽ സോണിലാണ്. ക്ലിയർ ആണോ? ഡിസ്പോസൽ കോറിഡോർ. ദെൻ ജാനിറ്റർ ക്ലോസറ്റ്. എന്തായിരിക്കാം ജാനിറ്റർ ക്ലോസറ്റ്? ഓപ്പറേറ്റിംഗ് റൂമിൽ യൂസ് ചെയ്ത എല്ലാ ഡിവൈസുകളെയും ജെം ഫ്രീ ആക്കുന്നതിന് അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് വാഷ് ചെയ്യുന്നതിന് ഉപയോഗിക്കേണ്ടി വരുന്ന എല്ലാ കെമിക്കൽസും, അല്ലെങ്കിൽ കെമിക്കൽസ് ആയിരിക്കാം, അല്ലെങ്കിൽ സൊല്യൂഷൻസ് ആയിരിക്കാം, ബക്കറ്റ്സ്, മോപ്സ് പോലുള്ള മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഏരിയയാണ് ജാനിറ്റർ ക്ലോസറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഓപ്പറേഷന് വേണ്ടി ഉപയോഗിച്ച എല്ലാ ഡിവൈസുകളെയും ക്ലീൻ ചെയ്യുന്നതിന് ആവശ്യമായ എല്ലാ വസ്തുക്കളും സൂക്ഷിക്കുന്ന ഏരിയയാണ് ജാനിറ്റർ ക്ലോസറ്റ്. ക്ലിയർ ആണോ? അപ്പൊ ഡിസ്പോസൽ സോണിൽ ഏതൊക്കെ ഏരിയാസ് ഉൾപ്പെടുന്നത്? ഡേർട്ടി വാഷപ്പ് റൂം വരുന്നുണ്ട്, ഡിസ്പോസൽ കോറിഡോർ വരുന്നുണ്ട്, ജാനിറ്റർ ക്ലോസറ്റും ഉൾപ്പെടുന്നത് ഡിസ്പോസൽ സോണിലാണ്. ഓക്കെ, ഇപ്പൊ മെയിൻ ആയിട്ട് 4 സോണാണ് ഓപ്പറേഷൻ തിയേറ്റർ സ്യൂട്ടിൽ ഉൾപ്പെടുന്നത്. ഏതൊക്കെയാ 4 സോൺ? പ്രൊട്ടക്റ്റീവ് സോൺ വരുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റൊരു പേരെന്തായിരുന്നു പ്രൊട്ടക്റ്റീവ് സോണിന്റെ? ഔട്ടർ സോൺ. ഔട്ടർ സോൺ. പ്രൊട്ടക്റ്റീവ് സോണിന്റെ പ്രത്യേകത എന്തൊക്കെയാ? നോൺ സ്റ്റെറൈൽ ഏരിയ, അൺറെസ്ട്രിക്റ്റഡ് ഏരിയ. നോൺ സ്റ്റെറൈൽ ഏരിയയാണ്, അൺറെസ്ട്രിക്റ്റഡ് ഏരിയ. അൺറെസ്ട്രിക്റ്റഡ് ഏരിയയാണ്. ഓക്കെ, അതിൽ ഏതൊക്കെ ഏരിയാസാ ഉൾപ്പെടുന്നത്? റിസപ്ഷൻ വരുന്നുണ്ട് അല്ലെ? റിസപ്ഷൻ വരുന്നുണ്ട്. വെയിറ്റിംഗ് ഏരിയ, പറഞ്ഞോളൂ, ഏതൊക്കെയാണ്? റിസപ്ഷൻ, വെയിറ്റിംഗ് ഏരിയ, റിലേറ്റീവ്സ്, ചേഞ്ചിങ് റൂം, പ്രീ അനസ്തേഷ്യ, സ്റ്റോർസ് ആൻഡ് റെക്കോർഡ്സ്, ഓട്ടോക്ലേവ്, TSSU, ട്രോളി ബേ, കൺട്രോൾ ഏരിയ ഓഫ് ഇലക്ട്രിസിറ്റി. ഓക്കെ, അതെല്ലാം ഫെമിലിയർ ആയിട്ടുള്ളതാണ് അല്ലെ? അതിൽ കുറച്ച് പരിചയമില്ലാത്ത ഏതാണ്? ഓട്ടോക്ലേവ് എന്താണെന്ന് അല്ലെ? ചിലപ്പോൾ TSSU. എന്തായിരുന്നു TSSU? തിയേറ്റർ സ്റ്റെറൈൽ സപ്ലൈ യൂണിറ്റ്. ഓക്കെ, തിയേറ്റർ സ്റ്റെറൈൽ സപ്ലൈ യൂണിറ്റ് ആണ്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ്, സ്റ്റെറിലൈസേഷന് വേണ്ടി ഡിവൈസ് ആണ് ഓട്ടോക്ലേവ്. ഓക്കെ, ദെൻ സെക്കൻഡ് സോൺ ഏതാണ്? ക്ലീൻ സോൺ. ക്ലീൻ സോണിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ഏതൊക്കെ ഏരിയാസ് അതിൽ ഉൾപ്പെടുന്നത്? പ്രീ ഓപ്പറേറ്റിംഗ് റൂം, റിക്കവറി റൂം, പ്ലാസ്റ്റർ റൂം, സ്റ്റാഫ് റൂം, എസ്തെറ്റിക് സ്റ്റോർ റൂം, എക്സ്റേ അണ്ടിൽ ഡാർക്ക് റൂം, ഓട്ടോ പ്രൊസസർ. ഓക്കെ, ഓട്ടോ പ്രൊസസർ എന്താ?
എക്സ്റേന് യൂസ് ചെയ്യുന്ന എക്സ്റേ എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസ്. എടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് ഓട്ടോ പ്രോസസർ. ദെൻ എസ്തെറ്റിക് സ്റ്റോർ റൂമിന്റെ പ്രത്യേകത എന്തൊക്കെയാ? എസ്തെറ്റിക് സ്റ്റോർ റൂം അത് ഡെർമറ്റോളജി ട്രീറ്റ്മെന്റിന് ശേഷം ഉപയോഗിക്കുന്ന എല്ലാ കൺട്രോൾ ഡിവൈസും ടെമ്പറേച്ചർ ആയിരിക്കും, ലേബൽ ചെയ്തായിരിക്കും വസ്തുക്കൾ സൂക്ഷിക്കുന്നത്. അങ്ങനെയാണ് കൺട്രോൾഡ് ടെമ്പറേച്ചറിൽ ലേബിൾഡ് ചെയ്തായിരിക്കും എല്ലാ മെറ്റീരിയൽസും സൂക്ഷിക്കുന്നത്. ഓക്കെ. ദെൻ തേർഡ് സോൺ ഏതാണ്? സ്റ്റെറൈൽ സോൺ. സ്റ്റെറൈൽ സോൺ. അതിന്റെ പ്രത്യേകത എന്താണ്? എന്തൊക്കെയാണ്, ഏതൊക്കെ ഏരിയാസ് ആണ് അതിൽ ഉൾപ്പെടുന്നത്? റെസ്ട്രിക്റ്റഡ് ഏരിയ ആയിരിക്കും അത്. ഓക്കെ, റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്. പിന്നെന്താണ്? ഓപ്പറേറ്റിംഗ് റൂം, സ്ക്രബ് റൂം, അനസ്തേഷ്യ ഇൻഡക്ഷൻ റൂം, ഇൻസ്ട്രുമെന്റ് സ്റ്റെറിലൈസേഷൻ, ഇൻസ്ട്രുമെന്റ് ട്രോളി ഏരിയ. ഇൻസ്ട്രുമെന്റ് ട്രോളി ഏരിയ. ഇൻസ്ട്രുമെന്റ് ട്രോളി ഏരിയ എന്താണ്? സർജറിക്ക് ശേഷം ആവശ്യമായ ഇൻസ്ട്രുമെന്റ്സ് എല്ലാം കീപ്പ് ചെയ്ത് വെക്കുന്ന, അതിന് വേണ്ടിയിട്ട് എല്ലാം ഓർഗനൈസ് ചെയ്യുന്ന, ഈ സർജറിക്ക് വേണ്ടി വരുന്ന എല്ലാ മെഡിസിൻസും ഡിവൈസുകളും എന്താണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ട്രോളീസിനെ കീപ്പ് ചെയ്യുന്ന ഏരിയ. ഓക്കെ. ദെൻ സ്ക്രബ് റൂം എന്തായിരുന്നു? സ്ക്രബിംഗ് മെത്തേഡ് ചെയ്യുന്നതിനുള്ള ഒരു പെർട്ടിക്കുലർ ഏരിയാസ് വേണം അല്ലേ? അതിനുള്ള റൂമും എവിടെയാണ്? സ്റ്റെറൈൽ സോണിലാണ് ഉൾപ്പെടുന്നത്. അതേപോലെ തന്നെ ഓപ്പറേറ്റിംഗ് റൂമും ഉൾപ്പെടുന്നത് ഏതാണ്? സ്റ്റെറൈൽ സോണിലാണ്. ദെൻ ദ ലാസ്റ്റ് സോൺ ഡിസ്പോസൽ സോൺ. ഏതൊക്കെ ഏരിയാസ് അതിൽ ഉൾപ്പെടുന്നത്? വാഷപ്പ് റൂം, ഡിസ്പോസൽ കോറിഡോർ, ജെനിറ്റർ ക്ലോസറ്റ്. എന്താണ് ജെനിറ്റർ ക്ലോസറ്റ്? ഓപ്പറേറ്റിംഗ് റൂമിൽ സൊല്യൂഷനൊക്കെ കീപ്പ് ചെയ്ത് വെക്കുന്ന ഇടം. ഓക്കെ. എല്ലാ ഡിവൈസുകളെയും പ്രോപ്പറായിട്ട് എന്താണ് ക്ലീൻ ചെയ്യുന്നതിന് ആവശ്യമായ സൊല്യൂഷൻസ്, പിന്നെന്താണ് മോപ്സ്, ബക്കറ്റ് പോലുള്ള വസ്തുക്കൾ സൂക്ഷിക്കുന്നതിനുള്ള ഏരിയയാണ് ജാനിറ്റർ ക്ലോസറ്റ് എന്ന് പറയുന്നത്. ഈ 4 സോൺ എല്ലാവർക്കും ക്ലിയർ ആണോ? ഓക്കെ. അപ്പോൾ ഒരു ഓപ്പറേഷൻ തിയേറ്റർ റൂമിനുള്ളിൽ ഏതെല്ലാം ഡിവൈസുകളാണ് ഉണ്ടായിരിക്കുന്നത്? എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്? ഓപ്പറേറ്റിംഗ് റൂം, അതിനുള്ളിൽ ഉണ്ടായിരിക്കുന്ന ടൂൾസുകൾ അല്ലെങ്കിൽ ഡിവൈസുകൾ ഏതൊക്കെയാണ്? റെസ്പിറേറ്ററി, കാർഡിയാക്. ഓക്കെ. ഫസ്റ്റ് എന്തായിരുന്നു? ഓപ്പറേറ്റിംഗ് ടേബിൾ എങ്ങനെയായിരിക്കണം എന്നാ പറഞ്ഞത്? ഓപ്പറേഷൻ ആയിരിക്കണം, അതേപോലെ തന്നെ അഡ്ജസ്റ്റബിൾ ആയിരിക്കണം അല്ലെ? നമ്മുടെ ഇഷ്ടത്തിനല്ല, ആ പേഷ്യന്റിന്റെ എന്താണ് കൺവീനിയന്റ് ആയിട്ട് അതിനനുസരിച്ച് എന്താണ് ഉയർത്താനും താഴ്ത്താനും കഴിയുന്ന രീതിയിലുള്ള അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ടേബിൾ ആയിരിക്കണം. ലൈറ്റ് എങ്ങനെയായിരിക്കണം? ബ്രൈറ്റ് ലൈറ്റ് ആയിട്ട് ഷാഡോസിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ലാംപ്സ് ആയിരിക്കണം. ഷാഡോസിനെ റെഡ്യൂസ് ചെയ്യുന്ന രീതിയിലുള്ള ലാംപ്സുകൾ ആയിരിക്കണം ഓപ്പറേറ്റിംഗ് റൂമിൽ സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ. അല്ലെങ്കിൽ എന്ത് പറ്റാം? ആ സർജറി പ്രോസസ് എന്താണ് എഫിഷ്യന്റ് ആയിട്ട് ആ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാനായിട്ട് കഴിയില്ല അല്ലെ? ഷാഡോസ് എല്ലാം ക്രിയേറ്റ് ആകുന്നുണ്ട്. അപ്പൊ അതിനെ റെഡ്യൂസ് ചെയ്യുന്ന രീതിയിലുള്ള ലാമ്പുകൾ ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. പിന്നെന്താണ്? പേഷ്യന്റിന്റെ ഡിഫറെന്റ് മോണിറ്റേഴ്സുമായിട്ട് ലിങ്ക് ചെയ്യിച്ചിട്ടുണ്ട് അല്ലെ? ഏതൊക്കെയാണ് ഡിവൈസുകൾ? അതിനെയാണ് പേഷ്യന്റ് മോണിറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ. അതിന്റെ പേരാണ് പേഷ്യന്റ് മോണിറ്റേഴ്സ്. ഏതെല്ലാം ആയിരിക്കാം? ഏതൊക്കെ ഡിവൈസുമായിട്ട് പേഷ്യന്റിനെ ലിങ്ക് ചെയ്യിച്ചിട്ടുണ്ടായിരിക്കും? വെന്റിലേറ്റർ, ECG, ബ്രീത്തിങ് മെഷീൻ, വെന്റിലേറ്റർ, ECG. ഓക്കെ. റെസ്പിറേറ്ററി റേറ്റ് നോക്കുന്നതിനുള്ള ഡിവൈസ് ഉണ്ടായിരിക്കും അല്ലെ? ടെമ്പറേച്ചർ നോക്കുന്നതിനുള്ള ഡിവൈസ് ഉണ്ടായിരിക്കും. അതേപോലെ ഹാർട്ട് റേറ്റ്, അതിന്റെ റിതം നോക്കുന്നതിനുള്ള ഡിവൈസുകളുമായിട്ടും ഈ പേഷ്യന്റിനെ ലിങ്ക് ചെയ്യിച്ചിട്ടുണ്ടായിരിക്കും. ദെൻ പിന്നെന്തായിരുന്നു? വെന്റിലേറ്റർ അല്ലെങ്കിൽ ബ്രീത്തിങ് മെഷീൻ. എന്തായിരുന്നു അതിൽ പഠിച്ചത്? ജനറൽ അനസ്തേഷ്യ കൊടുത്താൽ പേഷ്യൻസ് അൺകോൺഷ്യസ് ആയിരിക്കും. അപ്പൊ അവരുടെ സൈഡിലെ ടാബിളിൽ അടുത്തായിട്ട് അവർക്ക് ബ്രീത്തിങ്ങും വെന്റിലേറ്റർ മെഷീനും ഉണ്ടായിരിക്കണം. അൺകോൺഷ്യസ് ആയിട്ടുള്ള പേഷ്യന്റിന് അവർക്ക് സ്വന്തമായിട്ട് ബ്രീത്ത് ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിൽ അവർക്ക് വേണ്ടിയല്ല താൽക്കാലികമായിട്ട് ബ്രീത്ത് ചെയ്യുന്നതിന് വേണ്ടി ബ്രീത്തിങ് മെഷീനും അല്ലെങ്കിൽ വെന്റിലേറ്ററും ഓപ്പറേറ്റിംഗ് റൂമിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ.
അത് ഏതായിരുന്നു? ജനറൽ അനസ്തേഷ്യ കൊടുക്കുന്ന പേഷ്യന്റാണ്. മേജർ സർജറീസ് ചെയ്യുമ്പോഴാണ് ജനറൽ അനസ്തേഷ്യ കൊടുക്കുന്നത്. അല്ലാത്ത അനസ്തേഷ്യ ആണെങ്കിൽ എന്താണ്? എപ്പിഡ്യൂറൽ അനസ്തേഷ്യ പോലുള്ള അനസ്തേഷ്യ ആണ് കൊടുക്കുന്നതെങ്കിൽ എന്താണ്? പേഷ്യന്റിന് എന്താണ്? അവർ കോൺഷ്യസ് ആയിരിക്കും, പെയിൻലെസ് ആയിരിക്കും കേട്ടോ. വേദന ഉണ്ടാകില്ല, അതോടൊപ്പം തന്നെ അവർക്ക് എന്താണ്? കോൺഷ്യസ് ആയിരിക്കും, ബോധം ഉണ്ടായിരിക്കും, ചുറ്റും എന്താ നടക്കുന്നതെന്ന് അറിയാൻ കഴിയും. ദെൻ പിന്നെന്തായിരുന്നു? ജെം ഫ്രീ ആയിരിക്കണം എന്ന് പറഞ്ഞല്ലേ? അല്ലെങ്കിൽ സർജറിയിൽ യൂസ് ചെയ്യുന്ന എല്ലാ ഇൻസ്ട്രുമെന്റ്സും എങ്ങനെയായിരിക്കണം? ജെം ഫ്രീ ആയിരിക്കണം. എന്തുകൊണ്ടാണ്? ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്യണം. ഓക്കെ. ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാതിരിക്കുന്നതിന് പേഷ്യന്റിന്റെ സേഫ്റ്റിക്ക് വേണ്ടി എന്താണ്? എല്ലാ ഇൻസ്ട്രുമെന്റ്സും ജെം ഫ്രീ ആയിരിക്കണം. ദെൻ എന്താണ് ഡയാറ്റമി മെഷീൻ? ബ്ലീഡിങ് കൺട്രോൾ ചെറിയ രീതിയിൽ മുറിവുണ്ടാക്കി ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെഷീൻ. ബ്ലീഡിങ് കൺട്രോൾ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് ഡയാറ്റമി മെഷീൻ. ചെറിയ മുറിവുണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. ചെറിയ മുറിവായതുകൊണ്ട് തന്നെ അധികം ബ്ലഡ് ലോസ് ഉണ്ടാകുന്നില്ല. ദെൻ ഹാർട്ട് ലങ് മെഷീൻ എന്താണ്? ഹാർട്ട് ലങ് മെഷീൻ ലങ്സിന്റെ ഫങ്ഷൻ കൺട്രോൾ ചെയ്യും. സർജറി ടൈമിൽ കാർഡിയാക് സർജറീസ് ഒക്കെ ആണെങ്കിൽ, ബ്രെയിൻ സർജറീസ് പോലുള്ള സർജറി ടൈമിൽ എന്താണ്? ഹാർട്ടിന്റെയും ലങ്സിന്റെയും ഒക്കെ എന്താണ്? അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട്, ഫംഗ്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് ഹാർട്ട് ലങ് മെഷീൻ. ദെൻ അതർ സ്പെഷ്യലൈസ്ഡ് ടൂൾസിൽ എക്സാമ്പിൾസ് ഏതൊക്കെയാ? ധാരാളം എക്സാമ്പിൾസ് ഉണ്ട് കേട്ടോ. അതർ സ്പെഷ്യലൈസ്ഡ് ടൂൾസിൽ എക്സ്റേ പറയാം. പിന്നെ ഏതൊക്കെയായിരുന്നു? പോർട്ടബിൾ എക്സ്റേ, സർജിക്കൽ മൈക്രോസ്കോപ്പ്. ഓക്കെ. ദെൻ ഓപ്പറേഷൻ റൂം എന്ന് പറയുന്നത്, ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത് എങ്ങനെയുള്ളതായിരിക്കണം? എയർ കണ്ടീഷൻഡ് ആയിരിക്കണം എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ്? ബാക്ടീരിയൽ ഗ്രോത്തിന് തടയുന്നതിന് കണ്ടീഷൻഡ് ആയിട്ടുള്ള എന്താണ്? ടെമ്പറേച്ചറിൽ എന്താണ്? ബാക്ടീരിയാസ് ഇനാക്റ്റീവ് ആയിരിക്കും, അവർക്ക് ഗ്രോ ചെയ്യാനോ സ്പ്രെഡ് ചെയ്യാനോ കഴിയില്ല. അപ്പൊ ബാക്ടീരിയൽ ഗ്രോത്ത് തടയുന്നതിന് വേണ്ടി എന്താണ്? ഓപ്പറേഷൻ തിയേറ്റർ എപ്പോഴും എന്താണ്? എയർ കണ്ടീഷൻഡ് ആയിരിക്കണം. ദെൻ എന്താണ് ഓപ്പറേഷൻ തിയേറ്റർ സ്യൂട്ട്? സർജിക്കൽ പ്രൊസീജിയറിന് വേരിയസ് സ്റ്റേജസ് ഉണ്ട്. അപ്പൊ അതിന് സപ്പോർട്ട് ചെയ്യാൻ ഇന്റർ കണക്റ്റഡ് റൂംസ്, അതാണ് ഓപ്പറേഷൻ തിയേറ്റർ സ്യൂട്ട്. സർജിക്കൽ പ്രൊസീജിയറിന് എല്ലാ പ്രൊസീജിയേഴ്സിനെയും ആ പ്രോസസ്സിനെ എല്ലാം സപ്പോർട്ട് ചെയ്യുന്നതിന് ആവശ്യമായ എന്താണ്? പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ടിട്ടുള്ള നിരവധി റൂമുകളുണ്ട്. ഈ റൂംസിനെ എല്ലാം കൂടി പറയുന്നതാണ് ഓപ്പറേഷൻ തിയേറ്റർ സ്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ. അതിൽ പറയുന്ന ജനറൽ പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാ? എങ്ങനെയായിരിക്കണം ഒരു ഓപ്പറേഷൻ? ഫ്ലോ കൺട്രോൾ ചെയ്യുകയും ക്ലീൻ ആക്കുകയും വേണം എപ്പോഴും. ഓക്കെ. ദെൻ രണ്ടാമത്തെ, ക്ലീൻ ചെയ്തിട്ടുള്ള ഏരിയയിലൂടെ മാത്രമേ സ്റ്റാഫുകൾ മൂവ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ. മൂന്നാമത്തെ, വേസ്റ്റ് മെറ്റീരിയൽസ് എലമെന്റ്സ് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേക പാസിംഗ് ഉണ്ടായിരിക്കണം. അതിലൂടെ മാത്രമേ വേസ്റ്റ് മെറ്റീരിയൽ ഒക്കെ കൊണ്ടുപോകാൻ പാടുള്ളൂ. ഓക്കെ. 4, സ്പെഷ്യൽ വെന്റിലേഷൻ ഉണ്ടായിരിക്കണം. അതിൽ എയർ ഫ്ലോ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? എയർ ഫ്ലോ ക്ലീൻ ചെയ്ത ഭാഗത്ത് നിന്നും ക്ലീൻ ചെയ്യാത്ത ഭാഗത്തേക്കായിരിക്കണം എയർ ഫ്ലോ ഉണ്ടാകേണ്ടത്. ഓക്കെ. അപ്പൊ ഈ ഓപ്പറേഷൻ തിയേറ്റർ സ്യൂട്ടിനെ മെയിൻലി 4 സോണുകൾ ഈ ഓപ്പറേഷൻ തിയേറ്റർ സ്യൂട്ടിൽ ഉൾപ്പെടുന്നുണ്ട്. ഏതൊക്കെയാണ് ആ 4 സോണുകൾ? പ്രൊട്ടക്റ്റീവ് സോൺ വരുന്നുണ്ട്, ക്ലീൻ സോൺ വരുന്നുണ്ട്, സ്റ്റെറൈൽ സോൺ വരുന്നുണ്ട്, ആൻഡ് 4th വൺ ഡിസ്പോസൽ സോൺ. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ എന്തൊക്കെയായിരുന്നു ഓപ്പറേഷൻ തിയേറ്ററിന്റെ പ്രത്യേകതകൾ? സ്യൂട്ട് എങ്ങനെയായിരിക്കണം? എന്താണ്? അതിലേക്കുള്ള ആളുകളുടെ ഫ്ലോയെ കൺട്രോൾ ചെയ്യണം, അതോടൊപ്പം തന്നെ എന്താണ്? കോൺസ്റ്റന്റ് ആയിട്ട് ക്ലീൻ ചെയ്തിരിക്കണം. പിന്നെന്താണ്? സ്റ്റാഫുകൾ എപ്പോഴും ക്ലീൻ ചെയ്ത ഏരിയയിലൂടെ മാത്രമാണ് പാസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഓക്കെ, അൺപ്രൊട്ടക്റ്റഡ് ഏരിയയിലേക്ക് പാസ് ചെയ്യാനായിട്ട്, കടക്കാനായിട്ട് പാടുള്ളതല്ല. ദെൻ അതേപോലെ വേസ്റ്റ് മെറ്റീരിയൽസ്, ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിലെ വേസ്റ്റ് മെറ്റീരിയൽസ് എലിമിനേറ്റ് ചെയ്യേണ്ടത് ഏതിലൂടെയാണ്? ഡിസ്പോസൽ കോറിഡോർ, നമ്മൾ പഠിച്ചില്ലേ? ഡിസ്പോസൽ സോണിലുള്ള ഡിസ്പോസൽ കോറിഡോറിലൂടെ ആയിരിക്കണം. ഓക്കെ, അതിനുവേണ്ടി മാത്രം അലൗ ചെയ്തിരിക്കുന്ന പാസിംഗിലൂടെ മാത്രമായിരിക്കണം ഇത്തരം വേസ്റ്റുകളെ ട്രാൻസ്ഫർ ചെയ്യിക്കേണ്ടത്. പിന്നെ വെന്റിലേഷന്റെ പ്രത്യേകത എന്താണ്? എയർ ഫ്ലോ എങ്ങനെ ആയിരിക്കണം? ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിലെ എയർ ഫ്ലോ എങ്ങനെയായിരിക്കണം? ക്ലീൻ ചെയ്ത ഭാഗത്ത് നിന്നും ക്ലീൻ ചെയ്യാത്ത ഭാഗത്തേക്ക്, ആ രീതിയിലായിരിക്കണം എയർ ഫ്ലോ വെന്റിലേഷനിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ ഏതൊക്കെയാ 4 സോണുകള്? ഓപ്പറേഷൻ തിയേറ്റർ സ്യൂട്ടിൽ ഉൾപ്പെടുന്ന 4 സോണുകൾ ഏതൊക്കെയാ? പ്രൊട്ടക്റ്റീവ് സോൺ വരുന്നുണ്ട്, ക്ലീൻ സോൺ. പ്രൊട്ടക്റ്റീവ് സോണിന്റെ മറ്റൊരു പേരെന്തായിരുന്നു? ഔട്ടർ സോൺ. ഓക്കെ, ഔട്ടർ സോണിന്റെ പ്രത്യേകത എന്താണ്? നോൺ സ്റ്റെറൈൽ ആണ്, അതേപോലെ തന്നെ
അൺറെസ്ട്രിക്റ്റഡ് ഏരിയ. അൺറെസ്ട്രിക്റ്റഡ് ആണ്. ഓക്കെ, അൺറെസ്ട്രിക്റ്റഡ് ഏരിയയാണ്. അതിൽ ധാരാളം ഏരിയാസ് ഉൾപ്പെടുന്നുണ്ട്. റിസപ്ഷൻ ഏരിയ വരുന്നുണ്ട്, വെയിറ്റിംഗ് ഏരിയ, ചേഞ്ചിങ് റൂം, പ്രീ അനസ്തേഷ്യ റൂം, സ്റ്റോർസ് ആൻഡ് റെക്കോർഡ്സ്. പിന്നെ ഏതൊക്കെയായിരുന്നു? TSSU, തിയേറ്റർ, സ്റ്റെറൈൽ സപ്ലൈ യൂണിറ്റ്, ട്രോളി ബേ ആൻഡ് കൺട്രോൾഡ് ഏരിയ ഓഫ് ഇലക്ട്രിസിറ്റി. ഈ ഏരിയ എല്ലാം ഉൾപ്പെടുന്നത് പ്രൊട്ടക്റ്റീവ് സോൺ ആണ്. പ്രൊട്ടക്റ്റീവ് സോണിലാണ്. ഇതെല്ലാം നോൺ സ്റ്റെറൈൽ ഏരിയാസ് ആണ്. ദെൻ സെക്കൻഡ് ആണ് ക്ലീൻ സോൺ. അതൊരു സെമി സ്റ്റെറൈൽ റൂം ആണ്. ക്ലീൻ സോൺ എന്ന് പറയുന്നത് സെമി സ്റ്റെറൈൽ ഏരിയ ആണ്. പ്രീ ഓപ്പറേറ്റിംഗ് റൂം വരുന്നുണ്ട്, റിക്കവറി റൂം വരുന്നുണ്ട്, പ്ലാസ്റ്റർ റൂം വരുന്നുണ്ട്, സ്റ്റാഫ് റൂം വരുന്നുണ്ട്. പിന്നെ ഏതാണ്? എസ്തെറ്റിക് സ്റ്റോർ റൂം വരുന്നുണ്ട്. എസ്തെറ്റിക് സ്റ്റോർ റൂമിന്റെ പ്രത്യേകത എന്താണ്? ടെമ്പറേച്ചർ എങ്ങനെയായിരിക്കണം? കൺട്രോൾഡ് ആയിരിക്കണം. അതേപോലെ തന്നെ അവിടെ സൂക്ഷിച്ചിരിക്കുന്ന, സ്റ്റോർ ചെയ്തിരിക്കുന്ന എല്ലാ വസ്തുക്കളും എങ്ങനെയാണ്? ലേബിൾഡ് ചെയ്തായിരിക്കണം കീപ്പ് ചെയ്യേണ്ടത്. ദെൻ എക്സ്റേ യൂണിറ്റ്, ഡാർക്ക് റൂം വരുന്നതും ക്ലീൻ സോണിലാണ്. എക്സ്റേ എടുക്കുന്നതിന് ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് ഓട്ടോ പ്രോസസർ. ദെൻ തേർഡ് സോൺ ഏതാണ്? സ്റ്റെറൈൽ അസെപ്റ്റിക് സോൺ. ഓക്കെ, ഓപ്പറേറ്റിംഗ് റൂം വരുന്നത്, ഓക്കെ, സർജിക്കൽ പ്രോസസ് നടക്കുന്നത്, ഓപ്പറേഷൻ നടക്കുന്ന റൂം ഉൾപ്പെടുന്നത് സ്റ്റെറൈൽ സോണിലാണ്. ക്ലീൻ എങ്ങനെയാണ്? റെസ്ട്രിക്റ്റഡ് ഏരിയയാണ്. ഓക്കെ, സ്ക്രബ് റൂം വരുന്നുണ്ട്, അനസ്തേഷ്യ ഇൻഡക്ഷൻ റൂം വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇൻസ്റ്റന്റ് ഇൻസ്ട്രുമെന്റ് സ്റ്റെറിലൈസേഷൻ വരുന്നതും തേർഡ് സോണിലാണ്. പിന്നെ ഏതാണ്? ഇൻസ്ട്രുമെന്റ് ട്രോളി ഏരിയയും ഉൾപ്പെടുന്നത് ഏത് സോണിലാണ്? സ്റ്റെറൈൽ സോണിലാണ്. ആൻഡ് ദ ഫോർത്ത് സോണിന്റെ പ്രത്യേകത എന്തൊക്കെയാ? ഡിസ്പോസൽ സോണിന്റെ പ്രത്യേകത എന്തൊക്കെയാ? ഡർട്ടി വാഷപ്പ് റൂം. ഡർട്ടി വാഷപ്പ് റൂം ഉൾപ്പെടുന്നത് ഡിസ്പോസൽ സോണിലാണ്. ദെൻ ഡിസ്പോസബിൾ കോറിഡോർ. ഡിസ്പോസൽ കോറിഡോർ. ആ കോറിഡോറിലൂടെ മാത്രമായിരിക്കണം വേസ്റ്റുകളെ ഡിസ്പോസ് ചെയ്യേണ്ടത്. ദെൻ ജാനിറ്റർ ക്ലോസറ്റ്. എന്താണ് ജാനിറ്റർ ക്ലോസറ്റ്? അതിന്റെ പ്രത്യേകത എന്താണ്? ഓപ്പറേഷന് യൂസ് ചെയ്ത സാധനങ്ങളും ഡിവൈസുകളും ക്ലീൻ ചെയ്യാൻ വേണ്ടി വെക്കുന്ന സ്ഥലം. ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുക്കൾ സൂക്ഷിക്കുന്ന സ്ഥലം. ഓക്കെ, മോപ്പ്, ബക്കറ്റ്, സൊല്യൂഷൻ പോലുള്ളവ സൂക്ഷിക്കുന്ന സ്ഥലമാണ് ജാനിറ്റർ ക്ലോസറ്റ്. ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആണോ? മിസ്, ആ ജനറൽ പ്രിൻസിപ്പളിലെ ഫസ്റ്റ് പോയിന്റ് ഒന്നും കൂടി പറയാം. ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നടാ? ക്ലീൻ ഫ്രം ഡേർട്ടി ട്രാഫിക്. ഓപ്പറേഷൻ തിയേറ്റർ സ്യൂട്ട് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ആളുകളെ ആ ഏരിയയിലേക്ക് ആളുകൾക്ക് നിയന്ത്രണം ഉണ്ടായിരിക്കണം. എല്ലാ ആളുകളെയും പ്രവേശിപ്പിക്കാനായിട്ട് പാടുള്ളതല്ല. ആളുകൾക്ക് കൺട്രോൾ ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ ആ ഏരിയ എപ്പോഴും എങ്ങനെയാണ്? പ്രോപ്പർ ആയിട്ട്, കോൺസ്റ്റന്റ് ആയിട്ട് ക്ലീൻ ചെയ്തിരിക്കണം. ക്ലിയർ ആണോ? ഓക്കെ. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ അത് കഴിഞ്ഞിട്ട് ടേബിളിന് അടിയിൽ എന്താണ് ടോപ്പിക് വരുന്നുണ്ട്. ഏതൊക്കെയാണ്? യൂഷ്വൽ ഏരിയാസ് ഓഫ് ഡെഫിഷ്യൻസി ഇൻ ഓപ്പറേഷൻ തിയേറ്റർ. ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഡെഫിഷ്യൻസി, കുറവുകൾ എന്തൊക്കെയാണ്? ദെൻ ടൈപ്സ് ഓഫ് ഓപ്പറേഷൻ തിയേറ്റർ. ഓക്കെ, ഒരു 3 ടൈപ്സ് ഓഫ് ഓപ്പറേഷൻ തിയേറ്റർ പറയുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്നും റീഡ് ചെയ്തിട്ട് വരണം. ക്ലിയർ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ. Thank you, ma'am. Okay, bye. Thank you, Miss. Thank you, ma'am.